ഇപ്പൊ നീഡും വാണ്ടും മനസ്സിലായോ? ഏറ്റവും ബ്യൂട്ടിഫുൾ ലൈഫ് നീഡി ലൈഫാണോ വാണ്ടഡ് ലൈഫാണോ? ഏതാണ് വാണ്ടഡ് ലൈഫ്? എന്താ വാണ്ടഡ് ലൈഫ്? അത് നേടണമെന്ന ഉള്ളിലുണ്ടാകുന്ന വാശിയാൽ വരുന്ന ആ ജീവിതം. സോ ഇറ്റ് ഈസ് സംതിങ് എന്താ പറയാ ബിഗർ. സോ റിയൽ ഡ്രീംസ് ക്യാൻ ഈവൻ ചേഞ്ച് ദിസ് വേൾഡ്. യഥാർത്ഥ സ്വപ്നങ്ങൾക്ക് ഈ ലോകം മാറ്റാൻ പറ്റും. അതും ഏതൊരു വ്യക്തി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പേരും ഫൗണ്ടർ താജാണ്. സോ സീരിയസ്ലി ആ വാക്കിലാണ് റിയൽ ഡ്രീം. യഥാർത്ഥ സ്വപ്നങ്ങൾക്ക് ഈ ലോകത്തിന് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. കാരണം എന്താ? ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് ആര് കണ്ട സ്വപ്നം? ഏതോ സുക്കരണം കണ്ട സ്വപ്നമാണ്. പക്ഷെ അയാളെ കണ്ട സ്വപ്നത്തിനൊക്കെ മാറിയോ? അപ്പൊ ദ റിയൽ ഡ്രീം ക്യാൻ ചേഞ്ച് ഈവൻ ദ വേൾഡ്. ഒരു യഥാർത്ഥ സ്വപ്നം കണ്ട മനുഷ്യന് അവന്റെ ലൈഫല്ല മാറ്റാൻ പറ്റുക, ഈ ലോകത്തിന്റെ പിക്ചർ തന്നെ മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റുമല്ലേ? ആരോ കണ്ടല്ലേ മൊബൈല് കൈക്കുള്ള യോഗ്യം. ഇത്രയും ആൾക്കാർ ഫുള്ള് മൊബൈൽ ഉപയോഗിച്ചത് എങ്ങനെയാ? അയാൾ മൊബൈലിൽ കണ്ട സ്വപ്നമാണ്. ആണോ അല്ലേ? അല്ലാതെ നിങ്ങൾ ഖുർആൻ കണ്ടിട്ടാണോ മൊബൈൽ എടുത്തത്? ഏത് ഖുർആനിലാണ് മൊബൈലുള്ളത്? നിങ്ങൾ പറയും ഏത് സൂറത്തിലാണ് മൊബൈൽ ഉപയോഗിച്ചോളൂ? വസ്താമിലു യാ അയ്യുഹന്നാസ് ആദൽ ജവാൽ ആയത്തുള്ളത് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. സോ സീരിയസ്ലി ലൈഫ് ഈസ് either. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഒരു ഡയറിങ് അഡ്വഞ്ചർ ആണ്, ഒരു ധീരതയുടെ അവകാശം ഉന്നയിക്കാൻ വരുന്ന ഒരു പോരാളിയുടെ വിജയഗാഥയാണ് ജീവിതം. അല്ലെങ്കിൽ നത്തിങ്, അല്ലെങ്കിൽ ഒരു തേങ്ങാക്കൊടിയാണ്. ജീവിതം രണ്ടേ രണ്ട് സ്ഥാനത്തിൽ ഒതുങ്ങും. ഒന്നെങ്കിൽ അതൊരു അഡ്വഞ്ചറസ് ആയിരിക്കുന്ന ഒരു പോരാട്ടം, ഒരുപാട് വിജയങ്ങൾ നേടാനുള്ള ഒരു പൊരുതലാണ് ഇത് ജീവിതം. അല്ലെങ്കിലോ നത്തിങ്. നത്തിങ് എന്ന് പറഞ്ഞാല് വട്ടപ്പോയി. ഇതിൽ ഏതെങ്കിലും നല്ലത്? നത്തിങ് ആണോ ഒരു അഡ്വഞ്ചർ ആണോ വേണ്ടത്? ഏതാ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ പോരാട്ടത്തിലാകണമെങ്കിൽ ഡയർ ടു ലൈഫ്. നിനക്ക് സ്വപ്നം കണ്ട ജീവിക്കാനുള്ളത് ഒരു ധൈര്യം വേണം. സ്വപ്നം കണ്ട പോലെ ജീവിക്കാൻ. മിസ്റ്റർ APJ അബ്ദുൽ കലാം, ദ റിയൽ പ്രൈഡ് ഓഫ് നാഷൻ, അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്: നീ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. The dream is not that which you see while sleeping. It is something that does not let you sleep. ഉറക്കത്തിൽ കാണുന്നതല്ല കുട്ടി സ്വപ്നം. നിന്നെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. ഇന്നലെ രാത്രി കിടന്നപ്പോൾ തീരെ ഉറക്കം കിട്ടുന്നില്ല. കാരണം എന്താ? എനിക്ക് പുതിയ ജോയിനിങ് വേണം, പുതിയ ക്ലോസിംഗ് വേണം, എനിക്ക് 2030 ആകുമ്പോഴത്തേന് എന്റെ മകളെ കല്യാണം, 1 കിലോ സ്വർണ്ണത്തിൽ വേണം പൊതിഞ്ഞിട്ട് അവളെ ഇറങ്ങാൻ, അതല്ലെങ്കിൽ ഒരു പെൻസ് സമ്മാനമായിട്ട് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ 2030 ആകുമ്പോൾ മകളെ കല്യാണം ആകുമ്പോഴത്തേന് എന്റെ വീട് ഏകദേശം 2 കോടിയുടെ അസറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്തൊന്ന് ഇന്നോവേറ്റ് ചെയ്യാണ്ട്, ഇങ്ങനെ കാര്യം ചിന്തിച്ചാൽ അത് കാരണത്താൽ ഇന്നലെ ഉറക്കി കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ സാധനം ഉണ്ട്. ഇല്ലേ പൊതച്ചു മൂടി ഉറങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല. ബാങ്കിൽ ഒരുപാട് കടം, മുള കിട്ടിക്കാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, നാട്ടിലേക്ക് തുറന്നു കൊടുക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ജീവകാരുണ്യ പ്രവർത്തനത്തിന് 1 ഉറുപ്പ്യ കഴിക്കില്ല, എന്നാലും അടിപൊളിയായിട്ട് ഉറക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടതല്ല ഈ ക്ലാസ്. ഇത്രയേ ഉള്ളൂ. വയലു മനസ്സിലായോ? താൻ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യണമെന്ന് ഉത്കടമായി ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിനൊത്ത് തനിക്ക് ഉറക്കം കിട്ടാതിരിക്കുകയും ചെയ്താൽ യു ആർ ഇൻ ദ ലേബൽ ഓഫ് ദിസ് ഹെഡിങ്. ഈ ഹെഡിങ്ങിന്റെ ലേബലിൽ നിനക്ക് ഉണ്ടാവാൻ പറ്റും. സോ APJ പറഞ്ഞ അതേ വാക്കിന് സമാനമായിട്ട് മിസ്റ്റർ ധീരുഭായ് അംബാനി പറഞ്ഞൊരു വാക്കുണ്ട്: ഇഫ് യു ഡോണ്ട് ബിൽഡ് യുവർ ഡ്രീം. നിനക്കൊരു സ്വപ്നം നീയായി പണിയില്ലെങ്കിൽ മനുഷ്യ, someone else will hire you to help them build theirs. മറ്റൊരാളുകൾ അവനാന്റെ സ്വപ്നത്തിന് വേണ്ടി നിന്നെ കരുവായി ഉപയോഗിക്കാൻ സാധ്യതയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട്, സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളതായിരിക്കുന്ന പ്ലാനും ഡ്രീമും ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എങ്ങാനും ഡ്രീം ഇല്ലേ? ഈ പ്രപഞ്ചത്തിനൊരു സ്വഭാവമുണ്ട്. നിങ്ങളുടെ കഴിവിനെ ആരാൻ ഉപയോഗിക്കും? നിങ്ങളുടെ സമയത്തെ മറ്റൊരാൾ അടിമവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. പ്രവാസ ലോകത്തും സ്വദേശത്തും വിദേശത്തും എത്രയോ ആളുകള് മറ്റുള്ള പല കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അത് അനന്തമായി തുടരേണ്ടി വരുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്താ കാരണം? തനിക്ക് തന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പൊ പഠിച്ചവൻ എന്ത് ചെയ്ത്, ഏതായാലും ഒരു സാധനത്തിന് ഞാൻ ഭൂമിക്ക് വിട്ട്, ഞാൻ എന്നെ കൊണ്ട് വേറെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ആരാന്റെ പണിക്കാരനാവണം. ഇതിലേതാ നല്ലത്? പണിക്കാരനാവണോ പണക്കാരനാവണോ? പണക്കാരൻ ഏത് വേണം? എന്നാ പണി നിർത്തണം, നല്ല പണക്കാരനാവുള്ളൂ. അല്ലാതെ പണിക്കാരനായിക്കൊണ്ട് പണക്കാരനാവുന്നില്ല. മനസ്സിലായോ? ജീവിതത്തിൽ രക്ഷപ്പെടണോ? പണി എടുക്കുന്നവനാണോ പണി കൊടുക്കുന്നവനാണോ? ഏതാ വേണ്ടത്? ജോലി എടുക്കുന്നവനാണോ വിജയിച്ചത്? ജോലി കൊടുക്കുന്നവനാണ് വിജയിച്ചത്? ആരാണ്? ജോലി കൊടുക്കുന്നവൻ ആണോ അല്ലേ? ജോലി എടുക്കുന്നവരല്ലല്ലോ. എടുക്കൽ നിർത്തിയിട്ട് കൊടുക്കൽ തുടങ്ങി. അത്രയേ ഉള്ളൂ. അല്ലാതെ ജോലി എടുത്തുകൊണ്ട് തന്നെ എന്താണ് ജയിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കൂല. ഈ വെള്ള കറുപ്പാവട്ടെ നടന്ന വെറുതെയാണ്. വെള്ളത്തെ വീഴുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ധീരുഭായ് അംബാനി പറഞ്ഞ വാക്കതാണ്. അതുകൊണ്ട് യു ഗെറ്റ് എ ലൈഫ്. നിനക്ക് ജീവിതത്തിൽ കിട്ടണോ? അതിന് നിനക്ക് ചോദിക്കാനുള്ള ചങ്കൂറ്റം വേണം. നിനക്ക് ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പലതും വരാത്തത്? നമുക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലും വേണമെങ്കിൽ തന്റെ ഇടം വേണം. ഏത് തന്റെ ഇടം? ചോദിക്കാനുള്ള ഗഡ്സ്. എനിക്കിങ്ങനെ മാറാൻ പറ്റുന്നുള്ളൊരു തോന്നലില്ലെങ്കിൽ ഇത് മാറാൻ പറ്റൂല. ഇവിടെ നടക്കുന്ന ക്ലാസ്സിലൊക്കെ മന്ത്ലി ഇൻകം 10 ലക്ഷം വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അതൊന്നും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ കിട്ടൂല. അത്രയേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് മന്ത്ലി ഇൻകം എത്ര കോടി കൊടുത്താലും അത് വാങ്ങാൻ ഞാൻ ഒരുക്കമാണ്, എനിക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഐ ആം ബോൺ
ചിന്തിക്കാൻ പറ്റിയാൽ യു ക്യാൻ അച്ചീവ് ഇറ്റ്. സിമ്പിൾ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും ബ്രെയിൻ വലുതാവട്ടെ. വലുതാന്ന് പറഞ്ഞാൽ ചിന്ത വലുതാവട്ടെ. ചട്ടി വലുതായാലേ വലിയ മീനിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ആണോ അല്ലേ? നമ്മളിന്ന് ചെയ്യണത് എന്താണ്? സാറേ ഇവിടെ ചെറിയ ചട്ടിന് ചെറിയ മീൻ വയ്ക്കുന്ന നമ്മളെന്താ ക്ലാസ് എടുക്കാൻ പറഞ്ഞത്? മോനെ ചട്ടി വലുതാക്കി വലിയ മീൻ ഉണ്ടായിക്കൊണ്ടാണ്, ആണോ അല്ലേ? കൊക്ക് വലുതായാൽ വലുത് കൊത്തിക്കൂടെ? നാട്ടുകാരെന്താ പഠിപ്പിച്ചത്? കൊക്കിനൊതുങ്ങുന്നത് ഇനി വലുത് കൊത്താൻ എന്താ കിട്ടുക? കൊക്ക് വലുതാക്കുക. ഇതാരും പറയില്ല. അതുകൊണ്ട് നിന്റെ കൊക്ക് വലുതാക്കിയിട്ട് വലുത് കൊത്താൻ പഠിക്കുക. അതുകൊണ്ട് നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ആയിട്ട് കഴിയുമായി മാറും. സോ സീരിയസ്ലി ഇങ്ങനെ നല്ലൊരു വീട് താല്പര്യമുള്ള ആൾക്കാരെ കഴിയൊക്കെ വീട് താല്പര്യമുള്ള ആൾക്കാരെ ഓക്കെ. ഞാൻ ഇതിന്റെ കൊട്ടേഷൻ വർക്കൊന്നുമല്ല. ഇങ്ങനത്തെ വീട് താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പണിയെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീടില്ലേ? ആ വീടുകൾ അതിനനുസരിച്ച് പണിയെടുത്തോണ്ടാക്കി. ഇനി ഈ വീട് അങ്ങ് വേണ്ടത് ഇതിനനുസരിച്ച് പണിയെടുക്കാം. അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചൊക്കെ ദൈവം തരും. റെഡിയാണ്. ദൈവത്തിന്റെ ദർബാറിൽ ദൈവം തമ്പുരാന്റെ കോടതിയിൽ സന്നിധാനത്തിൽ എല്ലാം ഉണ്ട്. ഒന്ന് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് തയ്യാറാവണം. അങ്ങനെ തന്നെയല്ലേ? ഉദാഹരണമായിട്ട് നിങ്ങൾ അങ്ങാടി പോയി കണ്ട് എന്ത് ചെയ്യണം? സാറേ 1 കിലോ എന്താ പറയാ ഇത് തക്കാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഉറക്ക കാണിച്ചു കൊടുത്താൽ അവർ ഞാൻ തക്കാളി തരും, ആണോ അല്ലേ? നിങ്ങൾ 1000 കിലോ തക്കാളി വെച്ചാലോ? അപ്പൊ എന്താ ആ ചെറിയ ഉറ കാണിച്ചു കൊടുത്താൽ മതിയോ? പിന്നെ എന്താ കാണിച്ചത്? അതിനനുസരിച്ചുള്ള വലിയ കണ്ടെയ്നർ കാണിച്ചു കൊടുത്തുകാണ്ട് അത് ഇറക്കാനുള്ള സ്ഥലം കൂടി കാണിച്ചാൽ അത് തരുള്ളൂ. ഇപ്പൊ എന്താ ദൈവം തരാത്തത്? നിങ്ങൾ 1 കോടിയുടെ വീട് ചോദിച്ചാൽ ചെറിയ ഉറയിട്ടാ വഹിക്കണത്, തരില്ല. അത്രയുള്ള പ്രശ്നം. ദൈവത്തോട് ചോദിച്ച സാധനം വലുതാണോ? എന്നാ തീരുമാനം വലുതാവണം, ചിന്ത വലുതാവണം, പ്ലാന് വലുതാവണം, കമ്മിറ്റ്മെന്റ് വലുതാവണം, ആക്ഷൻ വലുതാവണം. ആരോഗ്യേ സീരിയസ്ലി അങ്ങനെയെങ്കിൽ വലിയ വീട്. അതല്ല, ഇതും ഒരു വീടില്ലാത്ത മനുഷ്യൻ മുംബൈയിൽ വന്ന് വണ്ടി ഇറങ്ങിയതാണ്. വീടില്ലാത്തൊരു മനുഷ്യൻ വണ്ടി ഇറങ്ങി. ഡൽഹിയിലായിരുന്നു ജീവിതം. അദ്ദേഹം മുംബൈയിലേക്ക് വന്ന് വണ്ടി ഇറങ്ങി. പിതാവിന്റെയും മാതാവിന്റെയും മരണത്തിന് ശേഷം പെങ്ങളെ കയ്യും പിടിച്ചു വന്നിറങ്ങിയില്ല. ഒന്നുമില്ലായിരുന്നു. നടുറോട്ടിൽ കടന്നിരുന്ന സമയത്ത് നട്ടപ്പാതകാർക്കും ഉറക്കം കിട്ടൂലായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. അങ്ങനെ നടുറോട്ടിൽ കിടക്കുമ്പോഴും അതിരാവിലെ ഉണർന്നാൽ അവൻ കണ്ണാടി നോക്കിയിട്ട് ഒറ്റ വാക്ക് പറയും, ഐ ആം ദ കിങ് ഓഫ് ദ വേൾഡ്. ഞാനാണ് ഈ ലോകത്തിന്റെ രാജാവ്. ഐ വിൽ ഓൺ ദിസ് മുംബൈ. ഒരു നാൾ ഈ മുംബൈ ഞാൻ ഭരിക്കുന്നുണ്ടാകും. ഇസ് മുംബൈ കാ മേ രാജ് കരൂംഗാ. ഒരു നാൾ ഈ മുംബൈയുടെ രാജാവാകുന്നു. ആ മനുഷ്യനെന്ന് വീടില്ല, സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനില്ല, ഒരു കഥയില്ല. അദ്ദേഹത്തിന്റെ കഥ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന കഥ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും അയാളെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറയാറുണ്ട്. മനസ്സിലായോ? സോ സീരിയസ്ലി ആ മനുഷ്യനാണ് കിങ് ഓഫ് ദ വേൾഡ്. മുംബൈന്റെ അല്ല, ലോക രാജാവായി മാറി മിസ്റ്റർ ഷാരൂഖ് ഖാൻ, അല്ലേ? ഇതേ ടൈപ്പ് നിങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്? ഇറങ്ങണം. ഷാരൂഖ് ഖാൻ പറഞ്ഞൊരു വാക്കുണ്ട്, പട്ടിണി എടുക്കാൻ റെഡിയാവണം. പ്രഷർ കയറും. ഒരു പക്ഷേ വീടില്ലാതെ നടുറോട്ടിൽ ഉറങ്ങേണ്ടി വരും. റെഡി ഉണ്ടോ നിങ്ങൾ? അങ്ങനത്തെവർക്കേ ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പട്ടുപറ്റയിൽ വെഞ്ചാമ്പരം വീശി തരുന്നീമണിയുടെ മടിയിൽ മാത്രം കിടന്ന് കഞ്ഞും കുമ്മോളും മാത്രം കുടിച്ചാലെന്ന് ഞാൻ നടക്കൂലത്. ജയിക്കാൻ താല്പര്യമുണ്ടോ? യു മസ്റ്റ് പേ ഫോർ ദാറ്റ്. അതിനുവേണ്ടി നിങ്ങൾ പേയ്മെന്റ് നടത്തണം. ഇന്നത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ ലോകത്ത് ആദ്യമായിട്ട് ദുബായിൽ വലിയൊരു കൊട്ടാരം, അല്ലേ? അറിയില്ല നിങ്ങൾക്ക്? ഷാരൂഖ് ഖാന്റെ പേരിൽ വലിയൊരു ബിൽഡിംഗ് ഒക്കെ വന്നത് ദുബായിൽ വന്നു, അല്ലേ? ആ മനുഷ്യൻ ഇന്ന് 12,000 കോടി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് വാല്യൂ ഉള്ള സെലിബ്രിറ്റി ആയിട്ട് മാറി. രസം എന്താന്ന് ചോദിച്ചാൽ ടോളിവുഡിനെയും മോളിവുഡിനെയും അതേപോലെ തന്നെ എല്ലാ വുഡിനെയും, ടോളിവുഡും ബോളിവുഡും മോളിവുഡും മോളിവുഡ് എല്ലാം വരും. സോ ടോളിവുഡിന്റെ മുഴുവൻ നടന്മാരുടെ പൈസ 1243 കോടിയുള്ളൂ. ടോട്ടൽ നടന്മാരുടെ സംഖ്യ. ഷാരൂഖ് ഖാന്റെ മാത്രം 12,000 കോടി. ഇതാണ് കിങ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ബാക്കി എല്ലാവരും ഇരിക്കുന്ന തുലാസിലെ തട്ടിലും ഷാരൂഖ് മാത്രം ഇരിക്കുന്ന SRK ഇരിക്കുന്ന തട്ട് മാത്രമേ ഇരുന്നാൽ ആ തട്ട് തന്നെ താണിരിക്കുന്നു കൊണ്ടൊക്കെ പറഞ്ഞില്ലേ? ദാറ്റ് ഈസ് ദ പോയിന്റ്. നിങ്ങൾ ആലോചിക്കുക, 2004 ആകെ 1 ലക്ഷം ആയിരുന്നു അദ്ദേഹത്തിന്റെ കൈക്കുള്ളത്. 2004 2025 12,000 കോടി. ഇതേ ഒരു കഥ 20ാമത്തെ കൊല്ലം നിങ്ങളെ കുട്ടിക്കും നിങ്ങളെ പേരക്കുട്ടിക്കും പറയാം. റെഡിയാണോ? അതിന് വാപ്പിയും ഉമ്മയും നല്ല തീരുമാനങ്ങൾ എടുക്കണം. മനസ്സിലായോ? അച്ഛനമ്മമാർ നല്ല തീരുമാനിക്കണം. 20ാമത്തെ കൊല്ലം മക്കൾക്ക് ഈ കഥ പറയാൻ പറ്റും. സോ ആക്ച്വലി ഒരു തീരുമാനത്തിന്റെ പവറാ. അതല്ല, നല്ലൊരു വാഹനം താല്പര്യമുള്ള കൈവെക്കാം. വീടിന്റെ കഥ ഞാൻ പറഞ്ഞു. നല്ലൊരു വാഹനം, അല്ലേ? ഇന്ന് വന്ന വാഹനം അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലൊരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും, അല്ലേ? റേഞ്ച് റോവർ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് റേഞ്ച് റോവർ നമ്മളെ കയ്യിലില്ലാത്തത്? നമ്മളെ റേഞ്ച് ഓവർ അല്ലാത്തതുകൊണ്ട്. റേഞ്ച് ഓവർ ആയാലും എന്ത് ചെയ്യും? റേഞ്ച് റോവർ വരും. ഇന്നെന്താ വരാത്തത്? റേഞ്ച് ലോവറാണ്. അതുകൊണ്ട് സാധാ ഓട്ടോറിക്ഷ, അല്ലേ? അല്ലെങ്കിൽ ബുള്ളറ്റ്. കണ്ടില്ലേ? പെണ്ണാണ്. ദുനിയാവ് മുഴുവൻ ബുള്ളറ്റിൽ കറങ്ങാൻ ഒരു ബുദ്ധി. അങ്ങനെ താല്പര്യമുള്ള ലേഡീസ് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ലേഡീസ് ആരുണ്ടോ? അല്ലേ? ബുള്ളറ്റിൽ കറങ്ങാൻ ഒരു ബുദ്ധി. അങ്ങനെ, അല്ലേ? പെരുന്നിക്ക് പോയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഈ നല്ല വെള്ളം കുതിരമാരി പട്ടുകുറ്റ സാധനം നിൽക്കണം പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്? ദമ്പടിയില്ല. ഇതെല്ലാം പ്രശ്നം. അത് വരും. ആ വ്യക്താനാണ് ഞങ്ങൾ വിളിച്ചത് കേട്ടോ.
അങ്ങനെ വന്നാൽ ലോകം മുഴുവൻ കറങ്ങാനും താല്പര്യം, വാരാണസി പോകാൻ താല്പര്യമുണ്ടോ? അതല്ല ബദ്രീനാഥിൽ പോകാൻ താല്പര്യമുണ്ടോ? അതല്ല ഹജ്ജിനും ഉംറയ്ക്കും ലോകം മുഴുവൻ കറങ്ങാൻ താല്പര്യമുണ്ടോ? കറങ്ങാൻ താല്പര്യം കൈ നോക്കിയേ, കറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ അല്ലേ? ഇത്രയും ആൾക്കാർ താല്പര്യമുണ്ട് അല്ലേ? ഈ നിൽക്കുന്ന ഓരോ സ്ഥലങ്ങൾ, താജ്മഹൽ പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, താജ്മഹൽ കണ്ട ആൾക്കാർ കൈ നോക്കിയേ, താജ്മഹൽ പോയി കണ്ട ഇത്രയും ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാർ ഇന്ത്യക്കാരില്ലാത്തതുകൊണ്ടല്ല, പിന്നെ എന്താണ്, സമയം കിട്ടിയില്ല. ഈ കണ്ട ആൾക്കാർ ചോദിച്ചോട്ടെ, അവർക്ക് ഇന്ന സമയം ഉണ്ടായിട്ട് ഇങ്ങനെ കണ്ടതാണ്. അതായത് ഇങ്ങനെ പള്ളി ഇങ്ങനെ വെറുതെ കണ്ടപ്പോൾ നാട്ടിൽ ചോദിച്ച് വെറുതെ ഇങ്ങനെ നടക്കണ്ട, പോയിട്ട് താജ്മഹൽ കണ്ടിട്ട് പോലെ അങ്ങനെ കണ്ടല്ലോ അവര് ചോദിച്ചു. അങ്ങനെയല്ല, ഈ ചില ആൾക്കാർ പറയും സാറെ താജ്മഹൽ കാണാൻ പൈസ ഉണ്ടായിട്ട് ഉണ്ടായില്ല. അപ്പൊ ഈ കണ്ട ആൾക്കാർ ചോദിച്ചു നോക്കുക, അവരെങ്ങനെ താജ്മഹൽ കണ്ടത്? ഒഴിഞ്ഞ പൈസ ഒരുപാടുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഉണക്കാണ്ടിട്ട് ഉമ്മ പറഞ്ഞിട്ടൊക്കെ പാട് വെറുതെ കൂട്ടിട്ട് കത്തിക്കണ്ട, കുറച്ച് പൈസ എടുക്കാൻ താജ്മഹൽ കണ്ടത്. അങ്ങനെ കണ്ടാലോ അവര് രണ്ടുമല്ല പഹരങ്ങൾ എല്ലാ ബുദ്ധിമുട്ടും അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു, അവർക്ക് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് തലയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ലോകം കറങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ ഈ ഇട്ടാവട്ട മൂലയിൽ വന്നിട്ടാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വെറും ആകെ കണ്ടത് എടിച്ചേക്കും തായേരിയും എടിച്ചേക്കും തായേരിയും അതിന്റെ അടുക്കളയും പിന്നെ അങ്ങേപ്പത് സുരേഖദാത്തന്റെ പേര് ആയുധ പിന്നെ ഇടക്കിടക്ക് അൽമാസിൽ വരും, വെച്ചിക്കാണ്ട് പോകും. അങ്ങനെ വരാൻ വേണ്ടി മാത്രം പുറപ്പെടും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ലോകം കറങ്ങാനുള്ള പ്ലാൻ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂതി, ഈ പൂതി വലുതാകാൻ ഞാൻ ഈ ഫോട്ടോ കാണിക്കുന്നത്. വിമാനത്തിൽ ടൂറ് പോവുക, താല്പര്യം ആർക്കെങ്കിലുണ്ടോ? ഇന്ന് ഫ്ലൈറ്റ് ഒക്കെ വാടക എടുത്ത് ഫാമിലി ആയിട്ട് ട്രിപ്പായിട്ട് പോകാൻ പറ്റും അല്ലേ? വിമാനത്തിൽ ആകാശ ലോകത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാം. നല്ല ഉത്സാഹമായിട്ട് ബിസിനസ് ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ യുവതി യുവാക്കൾക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ അങ്ങോട്ട് 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി വിമാനത്തിൽ നടത്താം. അങ്ങനത്തെ എഴുതിച്ചുകൊണ്ട് അതല്ല വലിയ ഉമ്മയും ബാപ്പിയുണ്ട് അല്ലെങ്കിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ അടുത്ത 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഇൻഷാ അല്ലാഹ് ഞാൻ ഓഫർ കൊടുക്കുന്നത് ആകാശ ലോകത്തായിരിക്കും. അതൊരു ഫ്ലൈറ്റ് ഇവിടെ ഇട്ട് നടത്തിക്ക് ഇട്ടുകാണ് എന്റെ അടുത്തേക്ക് വരില്ല. സാറാ പറഞ്ഞത് അതിന് ബാക്കി പൈസ പറഞ്ഞിട്ടുണ്ട്. സി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ കൊണ്ട് ഒരു കറക്കം, ഒരു കപ്പലിൽ അല്ലെങ്കിൽ ഒരു നല്ല കാരവാൻ, ഇതൊക്കെ ഞങ്ങളുടെ താജ് ടീം പ്ലാൻ ചെയ്യുന്ന പ്രൊജക്ടുകളാണ്. നിങ്ങൾ കൂടെ ഉണ്ടോ? നമ്മൾ ഒരുമിച്ച് പോകുന്നത്. അല്ലെങ്കിൽ നല്ല സ്വർണം അല്ലേ? എല്ലാവരെങ്കിലും ഉണ്ടായിരുന്നു. കല്യാണത്തിന് വന്നപ്പോ ഇപ്പൊ ഇവിടെ അറിയില്ല, ഭർത്താവ് സലാം പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് മുട്ടി പിടിച്ചപ്പോ പോയതാണ് അല്ലേ? അങ്ങനെ പോയതാണ്. പിന്നെ അതല്ല ഇടക്കിടക്ക് പരസ്യമില്ല, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ വന്നു. പിന്നെ അത് കേട്ടുകാണ്ട് ആരാൻ കൊടുക്കണം അല്ലേ? എന്തായാലും ശരി, ഇങ്ങനെ ഒരു ലോകം നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ ഇഷ്ടപ്പെട്ട സ്വർണ്ണങ്ങൾ അണിയാൻ പറ്റുന്ന ഒരു സീൻ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കണ്ടില്ലേ? ബാഗ് അടിപൊളി റിലയൻസ് അക്കാദമിയുടെ ബാഗ്, റിലയൻസ് അക്കാദമിയുടെ നല്ല ഡയമണ്ട് റിങ്, ഇതൊക്കെയാണ് ഇറങ്ങാൻ പോണത്. റെഡിയാണോ നിങ്ങൾ? സി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ you have to say louder, we say I am a dreamer. ഒന്ന് പറഞ്ഞാണേ, I am a കേട്ടില്ല? I am a louder എന്ന് പറയാം, ഉറക്കനെ. I am a dreamer. ഞാൻ ആരാണ്? സ്വപ്നം കാണുന്ന മനുഷ്യനാണ്. സ്വപ്നം കാണുന്നവർക്കാണ് ഞാൻ അടുത്ത ക്ലാസ്. So that is a dream moment. അതുകൊണ്ട് മനസ്സിലാക്കുക, you are the CEO of your life and business. നിന്റെ ജീവിതത്തിൽ ഇതുവരെ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? അതിന്റെ ഉത്തരവാദി നീയാണ്. നേടിയിട്ടില്ലേ? അതിന്റെ ഉത്തരവാദി നീ തന്നെയാണ്. ഇനി വല്ലതും നേടണോ? അതിന്റെ ഉത്തരവാദി ആര്? ഇനി എന്തെങ്കിലും നേടാതിരിക്കോ? അതിന്റെ ഉത്തരവാദി നീ തന്നെ, അല്ലാതെ അയൽവാസി നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നീ തന്നെയാണ് നിന്റെ ബോസ്, നീ തന്നെയാണ് നിന്റെ CEO. എന്താ CEO എന്ന് പറഞ്ഞാല് നിന്റെ ലൈഫിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നീയാടോ. അതുകൊണ്ട് തോറ്റിന് അയൽവാസിയെ പറയരുത് ഞാൻ മൈമാക്കാന്റെ മോനെ അതുകൊണ്ടാണ് തോറ്റത്, ഞാനെങ്ങാനും സുലൈമാനാജിന്റെ പേരക്കുട്ടി ഉറപ്പായി ഞാൻ ജയിക്കുന്നു അല്ലേ? ഞാനെങ്ങാനും യൂസുഫ് അലിയുടെ പേരക്കുട്ടിന്റെ പേരക്കുട്ടി ആയാലും മതിയല്ലേ, എന്നാലും ഞാൻ ജയിക്കുന്നു. ഞാൻ ഈ ഉസ്കൂളില്ലാത്ത ഉസ്കൂളിനെ മര്യാദക്ക് പോകാത്ത കനാരേട്ടന്റെ മോളായതാണ് തോറ്റത്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തീരുമാനം നിന്റേതാണ്, നിന്റെ ലൈഫ് നിന്റെക്കലാണ്, അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ് മാറ്റണം. എന്താ എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ്? ഞാനൊരു ജോലിക്കാരനാണ്, കൂലിക്കാരനാണ്, എന്ത് വന്നാലും ജോലി. അതാണ് ഇത് ഈ ബ്രെഡ് തിരഞ്ഞു പോവാ. ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നേരത്തെ ഡെയിലി ബ്രെഡ് ഭക്ഷണം, അത് നടന്നാൽ മതി. എനിക്ക് എന്താവശ്യമില്ല, ഈ ചാവി എടുത്തിട്ട് ഈ പോട്ട് തുറന്നു പോയിട്ട് ആജീവനാന്ത കാലം എനിക്ക് രക്ഷപ്പെടാൻ താല്പര്യമില്ല. അങ്ങനത്തെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. ജോലി വേണം, പക്ഷെ എന്തിനായിരിക്കണം? തനിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനായിരിക്കണം. ഇനി ജോലിയുടെ ബാക്കിൽ പോണ്ട മക്കളെ, വരുമാനം കുറഞ്ഞ കാരണത്താൽ കല്യാണത്തിന് വരെ പിന്മാറിയ വധുക്കളുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് മോന്റെ കല്യാണം ആയിരുന്ന സമയത്ത് പണ്ട് ഇനി 10ാം ക്ലാസ്സിൽ SLC പാസ്സായി നോക്കുള്ളത്, ഇനി അതല്ല ആ മോന്റെ ബാങ്ക് ഡീറ്റെയിൽ കൊണ്ടുവരുന്ന പറയും. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുമ്പോൾ സിവിൽ സ്കോർ പോരട്ടോ, അതുകൊണ്ട് കല്യാണം വേണ്ടോ. പണ്ട് പറഞ്ഞത് എന്തായിരുന്നു? തറവാട് അല്ലേ? പണ്ടൊക്കെ കല്യാണം ഉറപ്പിച്ചാൽ എന്തല്ലേ? ചെക്കനെ പെണ്ണിനെ കാണുള്ളൂ. അമ്മമാരെന്താ പരിപാടി? നേരെ പെണ്ണിന്റെ ബാങ്ക് കാണും, എന്നിട്ട് പറമ്പിന്റെ മടക്കണം. 1 2 3 4 5 മടക്കുണ്ട്, ബൈക്ക് വരുന്നുണ്ടോ 2 2
കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടല്ലേ ആ കല്യാണല്ലേ കൊണ്ട് കാലത്ത് നടന്നത്. ഇന്ന് അതല്ല, പെണ്ണിന്റെ അങ്ങോട്ട് ചോദിക്കും എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽ പറഞ്ഞാൽ ഫുള്ളായിട്ട് ഓൺലൈനിൽ ചെക്ക് ചെയ്യാം. സിവിൽ സ്കോർ പറ്റ മോശം, കാരണം 7-8 ലോൺ തെറ്റിക്കണം. ഈ എന്റെ കൂടെ പോയാൽ ഉറപ്പാണ് ഇന്ന് സ്വർണ്ണം പോകും. അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോ, കല്യാണം നടക്കണോ മര്യാദക്ക് മോളായാലും മോനായാലും ബാങ്കിലെ ഡീറ്റെയിൽ നോക്കും. അതുകൊണ്ട് പൈസ ആയിക്കോട്ടെ ഇനി അങ്ങോട്ട്. അതുകൊണ്ട് ESBI ഈ കഥ കൃത്യമായിട്ട് ആര് പറഞ്ഞു? ഇത് പറഞ്ഞില്ലേ, ESBI പറഞ്ഞില്ലേ കൃത്യമായിട്ട്. ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ESൽ നിന്ന് BIയിലേക്ക് മാറിയാലേ ഇനി എന്താവാൻ പറ്റുള്ളൂ, ലൈഫില് സക്സസ് ആകാൻ പറ്റും. ES BI എന്ന് പറഞ്ഞാൽ എന്താ? ES എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താണ്? സെൽഫ് എംപ്ലോയി, എംപ്ലോയി, ബിസിനസ് ഓണർ, ഇൻവെസ്റ്റർ. നമ്മുടെ ജീവിതം രക്ഷപ്പെടണോ ഈ രണ്ട് തലത്തിൽ നിന്ന്, ESൽ നിന്ന് BIയിലേക്ക് മാറി. എന്താ ES എന്ന് പറഞ്ഞാൽ? ആക്റ്റീവ് ഇൻകത്തിന്റെ ഭാഗമാണ്. പണിക്ക് പോയാൽ പൈസ അല്ലേ? BI എന്ന് പറഞ്ഞാലോ പാസീവ് ഇൻകം. നമുക്ക് അന്ന് പോയില്ലെങ്കിലും പൈസ വരുന്നുണ്ടാവും അല്ലേ? ഇവിടെ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ കോടിപതികൾ ഉള്ളത് ES കാറ്റഗറിക്കാരാണോ BIയിലാണോ? വേണ്ടാത്ത കാര്യമുള്ളൂ. 10 കോടിയുടെ പേരുള്ള ആൾക്കാർ ജോലിക്കാരനാണോ ബിസിനസ്സുകാരനാണോ നാട്ടില്? അപ്പൊ ഏതാ കാറ്റഗറി? BI കാറ്റഗറി അല്ലേ? ഏകദേശം 1 കോടിയുടെ കാർ, ബെൻസായാലും BMW ആയാലും 1 കോടിയുടെ കാർ ഉപയോഗിക്കുന്ന ആൾ ജോലിക്കാരനാണോ ബിസിനസ്സുകാരനാണോ? PhD കാരനല്ല, BEdകാരനല്ല, MEdകാരനല്ല, സ്കൂളിൽ പോയില്ലെങ്കിലും ഒരു അടിപൊളി ബിസിനസിന്റെ സാമ്രാജ്യം കയ്യിലുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? നല്ല ഒരു ഹെൽത്തി വെൽത്തി ലൈഫ് എൻജോയ് ചെയ്യുന്നത് ആണോ അല്ലേ? സോ സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ബി, നമ്മുടെ നാട്ടുകാരൊക്കെ പണ്ടേ പറയും അല്ലേ, കൈക്കല് ബീരാൻകുട്ടി വന്നു അല്ലേ? എന്താ പറയല്ലേ? കൈക്കല് ബീരാൻകുട്ടി. അതുകൊണ്ടാണ് ബി എന്ന് പറയുന്നത്. ബി കാറ്റഗറിക്കാണ് ബീരാൻകുട്ടി. അങ്ങനല്ല, ബിസിനസ് ഓണർ. രണ്ടോ ഒന്നാണ് കേട്ടോ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ESൽ നിന്ന് BIയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ കാലത്തിനൊത്തുള്ള വരുമാന മാർഗത്തിലേക്ക് നമ്മൾ മാറണം. ഓരോ കാലത്തും ഓരോ രീതിയാണ്. അതുകൊണ്ട് ഇവോൾവ് ആയിരിക്കുന്ന പുതിയ പുതിയ ഒരു ഏർണിംഗ് മോഡലിലേക്ക് നമ്മൾ മാറണം. ആണോ വേണ്ടേ? അല്ലാതെ പഴയ കോലത്തിൽ തന്നെ നിന്നാൽ നമുക്ക് എന്തെങ്കിലും പഴയതേ കിട്ടുള്ളൂ. ഓരോ കാലത്തും വരുമാനത്തിന് ഓരോ രീതിയാണ്. ആണോ അല്ലേ? പണ്ട് കാലത്തുള്ള വരുമാനത്തിന്റെ രീതിയാണെന്നുള്ളത്. പണ്ട് STD ബൂത്തിലെ കച്ചവട രീതിയായിരുന്നു. ഇന്നത് പറ്റുമോ? പണ്ട് കാലത്ത് പല ജോലികളും ഇല്ല, അങ്ങനെ അന്ന് നമുക്ക് എടുത്തുപോയി. അതൊന്നും ഇന്ന് എന്തല്ല ജോലി എന്ന പലതിൽ പഴയതല്ലാത്ത പോയി വന്നിട്ടുണ്ട്. ഇനിയോ കാലത്തിലൊക്കെ മാറാൻ തയ്യാറാകുകയാണ് വരുമാനം സെറ്റ് ആകുന്നത്. അതിന് പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഫ്യൂച്ചർ ട്രെൻഡ്. നല്ലൊരു കൈയടിയോട് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത ജീവിതം എങ്ങനെ കൊണ്ടുപോകണം. സോ ഫ്യൂച്ചർ പറയുന്ന സമയത്ത് ആദ്യമായി തിരിച്ചറിയാനുള്ളത് ഇന്ന് ലോകത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. നമ്മൾ മാറിയിട്ടുണ്ടോ നമ്മൾ നമ്മളെ കുറിച്ച് ചെക്ക് ചെയ്യാം. അതിൽ ഒന്നാമത്തെ മാറ്റമാണ് ഇന്ന് ഇലക്ട്രോണിക്കൽ മേഖലയിൽ അല്ലേ? ഈ ടൈപ്പൊക്കെ ഉപയോഗിച്ച ആൾക്കാരുടെ കൈവക്കിയേ, ഈ ടൈപ്പും ഈ റേഡിയോ ഒക്കെ ഉപയോഗിച്ച ആൾക്കാരുടെ വീട്ടില് അതിൽ നിർത്തൽ കൊടുത്താൽ ആകാശവാണി കാലിക്കറ്റ്, അടി കൊടുത്താൽ എന്താണ് ആകാശവാണി തൃശ്ശൂർ, പിന്നെ നടുവില് കുത്തിയാൽ ഹിന്ദി പാട്ട് മലയാളം, അങ്ങനെയൊക്കെയല്ലേ? ഇതൊക്കെ വലിയപ്പാന്റെ പെട്ടി. ഓക്കെ ശരി. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏകദേശം അല്ലേ? ഇങ്ങനെയല്ലേ നിങ്ങൾ പണ്ട് ആകാശദൂതിന്റെ സിനിമ കൊണ്ടിരുന്നത് അല്ലെ? ഈ സാധനല്ലേ VCR VCP അല്ലേ? ആ സാധനം. സോ സീരിയസ്ലി ആ ടൈപ്പിൽ ഒരു നാൾ പാട്ട് കേട്ടപ്പോ എന്റെ മോൾ എന്നോട് ചോദിച്ചു, എന്താ പാടുന്നത്? നമ്മളെ മൊബൈലിലല്ലേ പാടല്ലേ, ഇതെന്താ വലിയ മൊബൈലാണോ? ഞാൻ എന്ത് ചെയ്ത് ആളെ ചെറിയ സെൽഫി അടിച്ചത്. അതായത് ഒരു സ്ഥലത്ത് പോയ സമയത്ത് ആ പാട്ട് കേട്ടതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ പെട്ടിക്കുട്ടുന്ന പാട്ട് കേട്ട അവർക്ക് അത്ഭുതമാണ്. ഇതെന്താ മൊബൈൽ ഒരു സാധനം പാടുന്നത് ആണോ അല്ലേ? സോ സീരിയസ്ലി ലോകം മാറി, എത്രയോ മാറി. സീരിയസ്ലി ആലോചിച്ച് നോക്കുക. പണ്ട് കാലത്തെ കത്തായിരുന്നു, കാർഡായിരുന്നു, പേജറായിരുന്നു, ഇതുപോലുള്ള വസ്തുക്കളായിരുന്നു. ഇന്ന് ആരെങ്കിലും കത്ത് കാർഡിൽ എഴുതുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 5 വർഷത്തിന്റെ കത്തില് ഇല്ലെങ്കിലോ അതല്ലെങ്കിൽ കാർഡിലോ കത്ത് എഴുതിയ ആൾക്കാര് കഴിഞ്ഞ 10 വർഷമായിട്ട് എഴുതിയ ആൾക്കാര് ഇല്ല. അതിന് മുന്നേങ്ങളൊക്കെ എഴുതിയത് ആണോ അല്ലേ? മൊബൈൽ വന്നു, എല്ലാം മാറിയോ അല്ലേ? പക്ഷെ ഇപ്പോഴും തലച്ചോറ് മാറിയിട്ടില്ല. അതാണ് ക്ലാസ് വരാറ്. മനസ്സിലായോ? സാധനം ഫുള്ള് മാറി, ലോകം ഫുള്ള് മാറി. 998 തലച്ചോറൊക്കെ നടക്കുന്നത്. അത് മാറ്റാനാണ് ഈ ക്ലാസ്. മനസ്സിലായോ? നിങ്ങളെ കൈക്കുള്ള പേന മാറി, പേപ്പർ മാറി, മൊബൈൽ മാറി, വണ്ടി മാറി, വീട് മാറി, ചിന്ത മാറി, എല്ലാം മാറി. പക്ഷെ തലച്ചോറ് മാത്രം മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ക്ലാസ്. അതാണ് പറഞ്ഞത് കേട്ടോ. സീരിയസ്ലി ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് പോകുന്ന സമയത്ത് ഒരു കാലത്ത് മൊബൈൽ അല്ലേ? അവിടെ പോയി പറഞ്ഞ മൊബൈൽ അല്ലേ? അങ്ങനെ പോയിട്ട് 986 മൊബൈൽ 2000 ഏകദേശം പാമ്പ് വിഴുങ്ങുന്ന മൊബൈൽ ഇറങ്ങി. 2030 ഇറങ്ങാൻ പോകുന്ന മൊബൈൽ നിങ്ങൾ കയ്യിൽ തന്നെ ടച്ച് ചെയ്യുന്ന ഒരു സാധനം. അതിന്റെ അപ്പുറത്തേക്ക് ചൈന 10G. നമ്മളിപ്പോ 3G കേൾക്കണോ അല്ലേ? 4G മൊബൈലുള്ള ആൾക്കാർ കൈ നോക്കിയേ. 4G മൊബൈലുള്ള ആൾക്കാർ 5G ഉള്ള ആൾക്കാർ കൈ നോക്കിയേ. 5G ഏറ്റവും പുതിയത് വാങ്ങിയ ആൾക്കാർ അല്ലേ? പക്ഷെ രസം എന്താണെന്നറിയോ? ചൈനയിലൊക്കെ 10G ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളെ നാട്ടിൽ 4Gയുടെ ടവർ തിരഞ്ഞെടുക്കണം. ഇങ്ങനെ നമ്മളൊക്കെ എത്രയോ ബാക്കിലാണ്. ലോകത്തിന്റെ കൂടെ നമ്മളിപ്പോൾ എത്തിയിട്ടില്ല. സോ ആക്ച്വലി 10G വരെ ലോകത്ത് എത്തിക്കഴിഞ്ഞു അല്ലേ? അതിന്റെ അപ്പുറം എലൻ മസ്ക് ഒരു പഹനാണ്
ഒരു കുരുത്തം കെട്ട പറഞ്ഞാൽ is the most vibrant personality that I ever heard and listened, you know. എലൻ മസ്ക് നല്ലൊരു കൈയടി ചെയ്തിട്ട് കണ്ടെത്തുന്നു. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം പറഞ്ഞത് ഇനി അങ്ങോട്ട് ന്യൂറാലിയം ഉണ്ടാവുള്ളൂ, മൊബൈൽ ഉണ്ടാവില്ല എന്നാണ്. ലോകം മാറാം, ഞാനിത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേ ഈ മൊബൈൽ കടക്കാരും പോട്ടു കുടുംബങ്ങൾക്ക് ആയാലും ജോയിനിങ് വരാണ്ട് വരാനെന്ന് പറഞ്ഞത് മനസ്സിലായോ. ഇനി അങ്ങോട്ട് മൊബൈൽ ടെക്നോളജി തന്നെ ഇല്ലെങ്കിൽ എത്ര കടകളാ കൂട്ടാൻ സാധ്യതയുള്ളത്? ആ മേഖലയിൽ എത്ര ടെക്നീഷ്യന്മാർ വെറുതെയാകും? ആ മേഖലയിലെ കോഴ്സുകൾ മുഴുവൻ അനാഥമാകുമ്പോ അവിടേക്ക് നല്ല സാധ്യത വരില്ലേ? സോ ആക്ച്വലി അദ്ദേഹം പറഞ്ഞത് ന്യൂറാലിങ്ക വരുന്നത്. അപ്പോഴാണ് മിസ്റ്റർ സുക്കർബർഗ് പറഞ്ഞത് ഫോണല്ല വരുന്നത്, കണ്ണാടാണ് വരുന്നത്. രണ്ടാളും തല്ലാണ്. ഫോണല്ല വരുന്നത് ഉറപ്പിച്ചിരിക്കണം. ഏതാ വരികയെന്നുള്ളത് ഡൗട്ടുള്ളൂ. ലോകം അവിടെ തല്ല്. നമ്മളെ തല്ലിപ്പോഴും LDF ചോദിക്കോ, അല്ല കുടം മറിയോ, അല്ല കോടി കയറാൻ പറ്റുമോ എന്ന് ഇപ്പൊ നമ്മളെയാണ്. മനസ്സിലായോ? ലോകം വേറെ ചർച്ചയില്ല. സോ ആക്ച്വലി നിങ്ങൾ ആപ്പിളും സ്പേസ് എക്സും കൂടി കമ്മിറ്റഡ് ആയിട്ട് വലിയൊരു പ്രൊജക്ട് തുടങ്ങാൻ പോവാണ്. സുക്കർബർഗിന്റെ പുതിയൊരു പ്രൊജക്ട് നമ്മളെ കർണാടകയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വലിയൊരു AI ഗ്ലാസ്. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ നോക്കുക, ഓരോ സമയത്തും റോബോട്ടിക്കൽ ഇറ. ലോകം മുഴുവനായിട്ട് റോബോട്ട്സിന്റെ കൈക്കലാണ്. നമ്മളൊന്നും ഇതിപ്പോഴും തിരിച്ചറിഞ്ഞില്ല. ചായ വരുന്നു ഇവിടെ കണ്ണൂർ പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ റോബോട്ടാണ്. പാത്തുമ്മ അവിടെ വീട്ടിൽ പണിയെടുക്കുന്നത് റോബോട്ടാണ്. എന്ന് മാത്രമല്ല, റോബോട്ടുകളെ കൊണ്ടുവന്നുള്ള ഉപകാരമാണ് ഈ കാണുന്നത്. ആക്ച്വലി എന്താ പറയാ, AI റോബോട്ട് 5 ലക്ഷത്തോളം സോളാർ പാനല് വളരെ ഫാസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 5 ലക്ഷം സോളാർ പാനൽ സെറ്റ് ചെയ്യാൻ നമ്മൾ പണിക്കാരെ വിളിച്ചാൽ എത്ര സംഖ്യയുടെ ചെലവുണ്ടാവും? ആണോ അല്ലേ? നേരെ വെച്ച് 2 ലക്ഷത്തിന്റെ റോബോട്ട് വാങ്ങിയാൽ ആ പണി വീണ്ടും റോബോട്ട് നമ്മളെ കയ്യിൽ തന്നെയല്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇനി അത് മനുഷ്യന്മാരെ പണിക്ക് വിളിക്കൂല. പണിക്ക് വിളിക്കുന്നത് റോബോട്ടായിരിക്കും. മനസ്സിലായത്? അതുകൊണ്ട് കൂലിപ്പണി പോയി സ്വാഹ. മനസ്സിലായോ? സോ ആക്ച്വലി റോബോട്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അവസാനം എത്തിക്കുന്ന ഒരു സീനാണ്. ഇതുണ്ട് വലിയ വലിയ റോബോട്ടിക്കൽ പരേഡ്. അവിടെ ഒളിമ്പിക്സ് ചൈന പ്ലാൻ ചെയ്തു. റോബോട്ടിനെ ഇന്റർവ്യൂ ചെയ്യാൻ ലോകത്തിലെ മുഴുവൻ സ്റ്റുഡൻസ് പോകുന്ന വലിയ വലിയ റോബോട്ടുകളുടെ സെമിനാറുകൾ നടന്നു വന്നു. അതിന്റെ അപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, സോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും റോബോട്ടിന്റെ ഏറ്റവും വലിയ രസകരമായ ഒരു സീനാണ് ഈ കാണുന്നത്. റോബോട്ട് തമ്മിൽ ഫൈറ്റ് തുടങ്ങി. ഇവിടെ പണിയെടുക്കുന്ന സ്ഥലത്ത് ഒരു റോബോട്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ള തന്റെ കൂടെയുള്ള റോബോട്ടുകളൊന്നും എന്തില്ല, അടിപൊളിയായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നില്ല. അപ്പൊ ഈ റോബോട്ടിന് നിർദ്ദലം ബോസ് തൊഴിലാളികൾ ചൂടാകും പോലെ പണിയെടുക്കാത്ത റോബോട്ടിനോട് ആരും ചൂടാൻ തുടങ്ങി, പണിയെടുക്കുന്ന റോബോട്ട് ചൂടാൻ തുടങ്ങി. അതിനിടയിൽ നമ്മൾ കയറിയാലോ? മനസ്സിലായില്ല? നിങ്ങൾക്കൊരു കമ്പനിയിൽ ജോലിയുണ്ട്, അത് ദുബായിലായാലും സ്വദേശത്തായാലും വിദേശത്തായാലും അമേരിക്കയിലാണെങ്കിലും ശരി, അവിടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന റോബോട്ടാണെങ്കിൽ റോബോട്ടിന്റെ വേഗത നിങ്ങൾക്കില്ലെങ്കിൽ നിർദ്ദല പൊളിയുന്നു. മനസ്സിലായോ? അപ്പൊ ചാൻസ് ഉണ്ട് മണങ്ങും. സോ സീരിയസ്ലി വേറെ നടക്കുന്നത് കരാട്ട, കളരി സാധനങ്ങൾ, കുഫു, എല്ലാ സിസ്റ്റങ്ങളും. പിന്നെ അതിനേക്കാൾ വലിയ രസമാണ് ഒരു റോബോട്ട് ഇവിടെ റിട്ടയർമെന്റിലേക്ക് പോയി. ഇവിടെ റിട്ടയർമെന്റ് എന്നാൽ താൻ ജോലി ചെയ്ത് റിട്ടയർമെന്റ് നടത്തി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോയിന്റ് റോബോട്ടിക്കൽ ഇയർ എത്ര വലുതായിരിക്കുന്നുള്ള തിരിച്ചറിയാനുണ്ടോ? സോ നമ്മളിപ്പോ റോബോട്ടിനെ കണ്ടിട്ടില്ല, പക്ഷെ റോബോട്ട് റിട്ടയർമെന്റ് ലെറ്റർ കൊടുത്തതിന് പണി വീട്ടിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അതിനപ്പുറം ഹ്യൂമനോയിഡ് എന്ന് പറയുന്ന സാധനം സോഫിയ എന്ന് പറയുന്നത് മുഖത്തേരുടെ കേരളത്തിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ് ആവേശമായി തനി നാടൻ സോഫിയ. അവിടെ നാടൻ ഭാഷയിലെ വർത്തമാനം പറഞ്ഞത് എല്ലാ ഭാഷയും എന്ന് പറഞ്ഞാൽ റോബോട്ടിക്കൽ വുമനാണ്, ഹ്യൂമനോയിഡ് ആണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് അമ്മയാകണം, കുഞ്ഞിനെ പ്രസവിക്കണം. സോഫിയ റോബോട്ടിന്റെ ആഗ്രഹം കേട്ട് കിളി പറയുന്ന ശാസ്ത്രലോകം. സോഫിയ പറയാണ് എനിക്കിതൊരു അമ്മയായാൽ കൊള്ളാന്ന്. ആ അർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകം വളർന്നു. നമ്മളിപ്പോഴും ആലോചിക്കാം, ചിന്തിക്കാം, പൊതുവിനടുത്തിങ്ങോട്ട് പോകും. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്തിനു പോകാൻ, അടുത്ത കൂലിപ്പണിക്ക് പോകാൻ കാത്തിക്കാണ്. ലോകം മാറിയിരിക്കണ പാത്തുമ്മ, അതാണ് ഈ പറയുന്നത്. ഇത് കണ്ടില്ല, നമ്മൾ വായിച്ചോളി സ്പീഡിൽ. കാരണം മലയാളം വായിക്കാൻ അറിയില്ല. ഞാൻ നോക്കണേ, ഇതിലേതെങ്കിലും ഒരു നല്ല പിക്ചർ നിങ്ങൾക്ക് തനിക്കുണ്ടാവും. ഈ പിക്ചർ കൊണ്ടുണ്ടാവും അല്ലെ? ആണുങ്ങൾ വേണ്ട, റോബോട്ട് മതി. ഇനി റോബോട്ട് പ്രസവിക്കും. AI ചാറ്റുമായിട്ട് പ്രണയം ജീവനുണ്ടെങ്കിൽ 14 നിങ്ങളെ മക്കളൊക്കെ ഇനി മൊബൈലിൽ വല്ലാതിരിക്കണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി. AI ചാറ്റ് ബോട്ടുമായിട്ട് പ്രണയം. ആ മൊബൈലിലെ പ്രണയം മൊബൈൽ ആരുമായിട്ടായി? കമ്പ്യൂട്ടർ വുമണുമായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് പ്രണയമായി. അവസാനം ആത്മഹത്യ ചെയ്തു. കാരണം അവിടെ കെട്ടിച്ചാൻ പറ്റൂല. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അവിടേക്ക് ലോകം മാറി, മാറിയില്ല. സോ ഇവിടെ ചൈന ഓരോ സംഭവങ്ങൾ പ്രസവിക്കുന്ന അതിനെ കുറിച്ചുള്ള ചർച്ച നടന്നത്. എറണാകുളത്ത് റോബോട്ടിലെ യന്ത്രങ്ങളുടെ മായിക ലോകം വന്നു. റോബോട്ടിന്റെ കാമുകി വിൽപ്പനക്ക് ഓപ്റ്റിമസിന്റെ കാരണം മതി AI ആര്യ. എന്നത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കാമുകി കാമുകന്മാരൊക്കെ റോബോട്ടിക്കൽ വേൾഡിലാണ്. യഥാർത്ഥ സ്കൂളിലല്ല ഇപ്പോ.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, റോബോട്ടിന്റെ അൽബേനിയയിലെ ഒരു മിനിസ്റ്റർ വരെ വന്നു. അൽബേനിയ ജസ്റ്റ് അപ്പോയിന്റഡ് ആൻ AI bot as a minister to fight corruption. ഇനി കറപ്ഷനെതിരെ പോരാടാൻ വേണ്ടി റോബോട്ട് വന്നു. രാഷ്ട്രീയക്കാരെ ഉണരുക, മന്ത്രി പോലും റോബോട്ടായി കഴിഞ്ഞു. ഇനിയും നിങ്ങൾ രാഷ്ട്രീയ വർക്കയിൽ പൈസ ഉണ്ടാക്കാൻ കാത്തിട്ടല്ലേ സൈഡ് ബിസിനസ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞത്. റോബോട്ട് ബഹിരാകാശത്തേക്ക് പോകുന്നു, സൈന്യത്തിൽ റോബോട്ട് വരുന്നു. ഇതൊക്കെ ലോകത്തിലെ ഓരോ കഥകളാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെയാണ് ലോകത്ത് ഓട്ടോമേഷൻ സെറ്റ് ആകുന്നു. ഓട്ടോമേഷന്റെ വലിയ വലിയ കഥകളുമായി ദുബായ് മുന്നോട്ട് വരുന്നു. ഈ സാധനം ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൈവക്കാം. ഇതിൽ ഡീപ് സീക്ക് അറിഞ്ഞ ആൾക്കാർ കൈവക്കുക. ഡീപ് സീക്ക് കുറവാണ്. Q1 എന്ന് പറയുന്ന സാധനം അറിയുന്ന ആൾക്കാര് ഇല്ല. അതല്ല ഇതിന് ജെമിനായി. അന്ന് നമ്മൾ ജെമിനായി പറഞ്ഞ സമയത്ത് അല്ലെ 4-5 കൊല്ലം മുമ്പ് സ്ലൈഡ് ഇട്ട സമയത്ത് ഇതൊക്കെ കൊട്ടാവിട്ടിട്ടാണ് സെയിം സ്ലൈഡ് തന്നെ ഞാൻ എന്തിനാറിയോ, ഇനി ഇതിൽ കേൾക്കാത്ത സാധനം ഉണ്ട്. നിങ്ങൾ കേൾക്കാൻ സാധനം ഗ്രോക്ക് വരാണ്ട്, കിവി വരാണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഗ്രോക്ക് കേട്ടിട്ട് ആരെങ്കിലും ഉപയോഗിച്ചോളാം. കിവി ഉപയോഗിച്ചാൽ അപ്പൊ കിർമിയാണ് കിട്ടുന്നത് അല്ലെ. ഈ കിവി ഗ്രോക്ക് ഒക്കെ വരും വന്ന എന്നോട് അറിയുന്നുണ്ട് ഇതൊക്കെ സാധനം നടന്നു പോയിരിക്കും. കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിന്റെ പേരാണ് റിലയൻസ് അക്കാദമി ഗ്ലോബൽ. സീരീസിലെ ഡീപ് സീക്ക് പോലെയുള്ള പ്രൊജക്ടുകൾ 2028 ആകുമ്പോഴേക്കും ഓപ്പൺ AI പൂർണ്ണമായി ഓട്ടോമേറ്റഡ് ആകും. AI ഗവേഷകർ പറയണം. അതിന്റെ പ്രതികരണം ചൈന വേറെ അത്ഭുതങ്ങളായ സാധനം. അതൊക്കെ 28 മണിക്കൂറും 45 മിനിറ്റ് കൊണ്ട് വലിയൊരു ബിൽഡിംഗ്, എത്ര നില ബിൽഡിംഗ് ആണ്? 10 സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിംഗ്. 10 അടിയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ ചൈനയ്ക്ക് വന്ന സമയം എത്രയാണ്? 28 മണിക്കൂർ. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം ഉണ്ടോ? ഇല്ല, 1.25 ദിവസം കൊണ്ട് എന്തായി? 10 നിലയുള്ള വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെന്ന്. ഈ ബംഗാളി പണി പോകൂലേ? എന്നാലും പറയുന്നത് സാറേ നാളെ അഭിപ്രായം ഞാൻ കേൾക്കൂല, കാരണം എനിക്ക് രാവിലെ തേപ്പ് പണിക്ക് പോകാണ്ട്. ഈ ആളെ നമ്മൾ എങ്ങനെ ഏത് ക്ലാസ് കൊടുത്താൽ റെഡിയാക്കി നിങ്ങൾ പറ. അവനെ തേച്ചിന്നാണ് ചൈന കാണിക്കുന്നത്. 28 മണിക്കൂർ കൊണ്ട് 10 നില ബിൽഡിംഗ് പോലും ഇന്ന് 3D പ്രിന്റിംഗ് പോലുള്ള ടെക്നോളജി ഉപയോഗിച്ച് ചൈന ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ടെക്നോളജി നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ആകാൻ പോവാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിലൊക്കെ അതിന്റെ 3D പ്രിന്റിംഗിന്റെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. എത്രയോ സർക്കാർ ഓഫീസുകൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു, ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് പല മേഖലയിലും ജോലിയുടെ അനാസ്ഥ കാണുന്നു. പറക്കുന്ന കാറുകളുടെ വലിയ ഫാക്ടറി കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റാർലിങ്ക് ഞെട്ടിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ AI റോബോട്ട്. ഇതൊന്ന് വായിച്ചാണ് എനിക്ക് കുറെ ക്ലാസ് എടുക്കണ്ട. ഇതൊന്ന് വായിച്ചാണ് ഈ AIയും റോബോട്ടിക്സും വികസിപ്പിക്കുന്നതോടെ ജോലി എന്നത് ഒരു ഓപ്ഷൻ മാത്രമാകും. ഓഫീസിൽ പോയി ഇരുന്നു കൊണ്ടുള്ള ജോലി അധികം ആരും കാണുകയില്ല. മനുഷ്യന്റെ ജോലികൾ മിക്കതും റോബോട്ടുകളും AI എടുക്കുന്ന സാഹചര്യം വരുമെന്ന് ഇലോൺ മസ്ക് അദ്ദേഹം അടുത്ത കാലം നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതായത് ജോലി തികച്ചും ഒരു ഓപ്ഷൻ ആകും എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസക്ക് വേണ്ടി ജോലി പോകുക എന്നുള്ള പരിപാടിയില്ല. ഇതിൽ വലിയൊരു പോയിന്റ് ഉണ്ട്. എനിക്ക് ബാക്കി എല്ലാ സൈഡും മാർക്കിയ ആ ഒറ്റ പോയിന്റ് ഉണ്ട്. എന്താ അറിയാം, എന്റെ കുട്ടി നല്ല പഠിക്കുന്ന സാറ് PSCക്ക് പഠിക്കണം, ഞങ്ങൾ BEdന് പാസ് ചെയ്തിരിക്കണം, എന്റെ കുട്ടിക്ക് ഇത്ര A+ വാരി കൂട്ടിക്കണം, അതൊക്കെ ഞാൻ അവരോട് ഉണ്ടാകുന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താണ്? ജോലി ഓപ്ഷൻ ആകുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബേസ് ചെയ്ത ജോലിയുടെ സാധ്യത കുറവ് എന്നാണ്. ആണോ അല്ലേ? അപ്പൊ സീരിയസ്ലി നമ്മളെ മക്കളായാലും തലമുറയാണെങ്കിലും നാടാണെങ്കിലും വിചാരിക്കുന്ന പല ജോലിക്കും പൂട്ടുപോകാൻ പോവാണ്. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡ്രാസ്റ്റിക്കൽ ചേഞ്ചിന് മാറാൻ പോവാണ്. ഒരു ഡിസ്ട്രപ്റ്റീവ് കൺസെപ്റ്റിലേക്ക് മാറാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ അക്കംപ്ലിഷ്ഡ് ആകാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. മച്ച് ബെറ്റർ ആയിരിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നേക്കാം. ബട്ട് അതുമായിട്ട് നിങ്ങൾ അക്കംപ്ലിഷ്ഡ് ആകുമ്പോഴത്തേക്ക് കൺവീനിയന്റ് ആകുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് എ ബിഗ് ടൈം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നിലക്കും പ്രൊജക്ട് തടയാത്ത ഒരു പ്രൊജക്ട് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് തേടി പോവേണ്ടതുണ്ട്. അതിനാണ് ഇവിടെ വന്നത്. എന്ന് മാത്രമല്ല നിങ്ങളുടെ റോബോട്ടിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു സാധനമാണ് USA കൺവെൻസ് ടെക്നോളജി. ജനങ്ങളുടെ ബ്രെയിനിലേക്ക് പോലും എന്ത് കേട്ടാണ് പറഞ്ഞത്? AIന്റെ സിസ്റ്റം കേട്ടാ. ഈ ഇസ്മായിലിനെ വേണമെങ്കിൽ ഇന്റർനാഷണൽ റോബോട്ടാക്കി മാറ്റാം. തലച്ചോറിലേക്ക് മറ്റേ സാധനം ബുദ്ധി കയറ്റിയാൽ മതി. ഇത്രേ റോബോട്ടിക്കൽ ഐഡിയാസ്. ആ തലത്തിലേക്ക് ലോകം മാറി. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന തലമുറ ചിന്തിക്കാൻ പറ്റുന്ന തലമുറയെ വരാൻ പോകുന്നത്. ഒരു പക്ഷേ നമ്മുടെ കടയിലൊക്കെ നല്ല വല്ല സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ തലച്ചോറ് കഴിഞ്ഞ് മാറ്റി റീഫിറ്റ് ചെയ്തേക്കാം. വേണമെങ്കിൽ ചെറിയ വയറിംഗ് റീ എഞ്ചിനീയറിംഗിന്റെ ബ്രെയിൻ പ്രോസസ് നടന്നേക്കാം. അതുകൊണ്ട് വലിയ പ്രയാസത്തിലേക്കാണ് ശരാശരി ലോകം പോകുന്നത്. ടോപ്പ് വേൾഡിലേക്ക് പോയ കുഴപ്പമുണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾ കണ്ടില്ലേ, ചൈന എത്രയെന്ന് വായിക്കല്? 1 10 100 1000 10 ലക്ഷം 10 ലക്ഷം കോടിയില്ല, 3,70,00,000 വരുന്ന ഡോളർ. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ മുഴുവനായിട്ട് റോബോട്ടിക്കൽ ഹ്യൂമനോയിഡ് വിയറ്റ്നാം ബോർഡറിലെ, അതായത് ചൈനയുടെ അതിർത്തി കാക്കാൻ വേണ്ടി കോടികളല്ല കോടാനുകോടികൾ, ലക്ഷം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചൈന എന്ത് ചെയ്യാൻ പോവാണ്? ഫുള്ള് പട്ടാളക്കാരി ആരാക്കാൻ പോവാണ്? റോബോട്ടാക്കാൻ വേണം.
നമ്മൾ പറയും സാറേ PSC ജയിച്ചിട്ട് വേണം കേരള പോലീസ് ആവുന്നത്, PSC ജയിച്ചിട്ടാണ് SI ആണ്, SI ഹൈക്കോടതി. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവാതിരിക്കരുത്. സീരിയസ്ലി നല്ലതാണ്. ഏത് ജോലി ഉണ്ടോ വേറെ കഥ. 600 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം AI സ്പീച്ചർ മാറ്റാൻ പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നെസ്ലെ മഞ്ച് കേട്ടാൽ കഴിയുക. നെസ്ലെ മഞ്ച് ലോകത്തെ അറിയപ്പെട്ട വലിയ ടീമാണ്, കോർപ്പറേറ്റ് കിങ്ങാണ് ആര്? നെസ്ലെ. അതിന്റെ സിഇഒനെ പിരിച്ചുവിട്ടു. നെസ്ലെ സിഇഒ പുറത്തായി. പിന്നാലെ 14,000 ജീവനക്കാരെ പിരിച്ചുവിടും എന്ന് പറഞ്ഞാ അത്രയും വലിയ ബുദ്ധിരാക്ഷത്തിന്റെ ജോലി പോയി. എന്നാലോ നമ്മുടെ നാട്ടില് പറയും സാറേ ഞാൻ ഇന്ന് കോട്ടക്കലെ ചെന്നൈയിലെ പ്രോഗ്രാം വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ കമ്പനിയിൽ ആരുമില്ല. ആരാ കമ്പനിയിൽ ആരുള്ളത്? ഞാനും കുഞ്ഞേക്കൊന്നും പോക്കരേ ഉള്ളൂ. 3 കമ്പനിയാണ്. അതിന്റെ ടേൺ ഓവർ എത്രയാണ്? 22 ലക്ഷം. എനിക്ക് എത്ര വരുമാനം? 15,000 രൂപ. അതാണ് കമ്പനി മാനേജർ. എന്നാലും അവൻ എന്താ പറയുള്ളൂ? കമ്പനി ഭയങ്കര ഫുൾ റഷ് സാർ, ഫുൾ ഒരുപാട് ഓർഡറുകൾ, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്, ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടാവും. ടേൺ ഓവർ എത്രയാണോ കമ്പനിയുടേത്, എത്ര കൊല്ലായി റൺ ചെയ്യുന്ന, അതിന്റെ മാർക്കറ്റ് പറയും, അസറ്റ് വാല്യൂ പറയും, ഇനി ഉണ്ടാക്കാൻ പോകുന്ന 5 കൊല്ലത്തെ പ്ലാൻ പറയും. അതൊന്നും അറിയില്ല, എവിടെ കൂട്ടാൻ അറിയില്ല. അതാണ് കമ്പനിയുടെ മാനേജറായല്ലോ. ആ സ്ഥലത്ത് സിഇഒ എന്ന് പറയുന്ന പൊസിഷൻ നിൽക്കുന്നത് നെസ്ലെ പോലുള്ള കമ്പനി. അതിന്റെ തലപ്പത്തുള്ള ബുദ്ധിരാക്ഷസന്മാരെ ജോലി തെറിച്ചു പോയത്രേ. അത്രയും ലോകത്ത് മാറ്റം വന്നിട്ടും നമ്മുടെ നാട്ടിൽ മാറി ചിന്തിക്കാത്തവരുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പിടി വീഴുന്നതിന് മുമ്പ് പണിയെടുക്കാൻ ഏഴയുണ്ട്. 30,000 ജീവനക്കാരെ പിരിച്ചുവിടാണെങ്കിൽ ഗൂഗിള് എല്ലായിടത്തും പിരിച്ചുവിടേണ്ട വക്കലാണ്. അതുകൊണ്ട് ലോകം ഇനി ഈ പിക്ചറിലേക്ക് മാറും. എന്താ പിക്ചർ? ഞങ്ങള് വെറുതെ പണിയെടുത്തോല, ഞങ്ങൾക്ക് എന്ത് വേണ്ട? ജോലി, പൈസ വേണ്ട, ഫുഡ് മതി. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സമൂഹം വരാനുണ്ട്. അതുകൊണ്ട് മാറി ചിന്തിക്കാൻ റെഡി ആയിക്കോ. അവിടെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ശരി, ആ മാറ്റം നമുക്ക് ചില അവസരങ്ങൾ കൊണ്ടുവരും. ഏത് കലാമിറ്റീസ് വന്നാലും അഡ്വൈസിംഗ് വന്നാലും ഓപ്പർച്യൂണിറ്റി സീഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചലഞ്ചസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോ. വളരാനുള്ള ഒരു വലിയ സാധ്യത ചലഞ്ചാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ പോലൊക്കെ ചലഞ്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഡ്രീമാണ്. ഡ്രീം നേടാൻ പൈസ വേണം, പൈസക്ക് നല്ല ജോലി വേണം. ജോലിക്കാണെങ്കിൽ സാധ്യത കുറവാണ്. പക്ഷെ ആ ജോലിയുടെ സാധ്യത കുറവുണ്ടെങ്കിൽ ഒരു സാധ്യത തെളിയുന്നുണ്ട്. ആ സാധ്യത ഉത്തരമായി ജന്മം കൊണ്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് കേട്ടതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, അടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന പോലെ തന്നെ ഇറ ഓഫ് നെറ്റ്വർക്കിംഗ് ആണ്. എന്താ ഇറ ഓഫ് നെറ്റ്വർക്കിംഗ്? നമ്മള് ഈ ഉദാഹരണമായിട്ട് റിലയൻസിന്റെ മുതലാളിയാണെന്ന് വിചാരിക്കാം. ഒരു പമ്പ്, രണ്ടാമത്തെ പമ്പ്, മൂന്നാമത്തെ പമ്പ്, അങ്ങനെ ഒന്നാമത് റിലയൻസിന്റെ പമ്പ് കൊടുത്തതാണ് അദ്ദേഹം മുതലാളിയായത്. ആണോ അല്ലേ? ഇത് യൂസുഫ് അലിയുടെ ലുലുമാണെങ്കിൽ 1, 2, 3, 4 ഇങ്ങനെ ആയതുകൊണ്ടാണ് യൂസുഫ് അലി ആയത്. ആണോ അല്ലേ? ഇന്ന് നിന്റെ പ്രൊജക്ട് ചെയ്യുന്ന എത്ര ആൾക്കാരിന്റെ കൂടെ ഉണ്ട്? നിനക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന എത്ര ബിസിനസ് പ്രോജക്റ്റ് ഉണ്ട്? അതാണ് നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഫ്രാഞ്ചൈസി ബിൽഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ ബിസിനസ്. നിങ്ങൾ ആലോചിക്കുന്നത് ഇറ ഓഫ് നെറ്റ്വർക്ക് ആണ്. എല്ലാം നെറ്റ്വർക്ക് ആണ് അല്ലേ? മൊബൈൽ നെറ്റ്വർക്ക് ആണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്, ടോട്ടൽ നെറ്റ്വർക്ക് ആണ്. അതുകൊണ്ട് നിന്റെ നെറ്റ്വർക്ക് ഉണ്ടോ മോനെ എന്നതാണ് ചോദ്യം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന ഇടത്തട്ടുകാരെ മാറ്റിയിട്ട് ഉൽപ്പന്നം നേരിട്ട് ഉപയോക്താക്കളിലേക്ക്, അതല്ലെങ്കിൽ ദാതാക്കൾ നേരിട്ട് ഉപയോക്താക്കൾക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അറിയുന്ന ആൾക്കാർ കൈവയ്ക്കുന്നത് എനിക്ക് പറയണോ പറയണ്ടേ എന്നുള്ള മനസ്സിലാവും. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ എന്നതൊരു ഫാക്ടറിയാണ്. ആ ഫാക്ടറി വേണ്ട, നിങ്ങളുടെ നാട്ടിൽ ഒരു 100 രൂപയുടെ സോപ്പ്, ഉദാഹരണമാണ് 100 രൂപയുടെ സോപ്പ്. ആ സോപ്പ് നിങ്ങൾ ആരും വാങ്ങുന്നത് നിങ്ങളുടെ എവിടെ പോയിട്ടല്ല, നിങ്ങളുടെ ഫാക്ടറി പോയിട്ടല്ല വാങ്ങിക്കുക. നിങ്ങൾ വാങ്ങിക്കുന്നത് എവിടുന്നാണ്? നിങ്ങളുടെ വീടിന്റെ തൊട്ട് മുന്നത്തെ ഷോപ്പിൽ നിന്നാണ്. ആണോ അല്ലേ? ഷോപ്പുകാരൻ വാങ്ങിക്കുന്നത് എവിടുന്നാണ്? വലിയൊരു ഹോൾസെയിൽ ഡീലറായിട്ടാണ്. അയാൾ വാങ്ങുന്നതോ ഒരു ഡിസ്ട്രിക്ട് ജില്ലാതല സപ്ലയർ ഉണ്ടാകും അല്ലെ? ആ ജില്ലാ സപ്ലയർ ഒരു സംസ്ഥാന സപ്ലയർ കണ്ടേക്കാം മേ ബി. അതുപോലെ തന്നെ അയാൾ വാങ്ങുന്ന ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, രാജ്യത്തിലേക്ക് ആ ബിസിനസ് കൊണ്ടുവന്ന ആള്. ആണോ അല്ലേ? അതേപോലെ CNF ഏജന്റ്, ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻസി. ഇങ്ങനെ ഇടത്തട്ടുകാർ ഒരുപാട് ആൾക്കാർ കൈമാറിയിട്ടില്ല. 100 രൂപയുടെ സാധനം വാങ്ങിയത്. ആണോ അല്ലേ? നിങ്ങൾ കൊടുത്ത 100 ആറ്റയ്ക്ക് പൈസ ഔട്ടുണ്ട്. ഒന്നാ കടയത്തെ മുതലാളിന്റെ 10 രൂപ ലാഭം അല്ലേ? അതിന് മുകളിലെ മുതലേ 10 രൂപയല്ലേ? നമ്മൾ ഈ കൊടുത്ത പൈസ MRP ഫുൾ എന്താ? മാക്സിമം റീറ്റെയിൽ പൈസ. നമ്മളത് മാക്സിമം വാങ്ങി കഴിഞ്ഞ് നമ്മളത് ഫുള്ള് വാങ്ങി. ഈ പൈസയാണ് മേലൊക്കെ എത്താനുള്ളത്. ആണോ അല്ലേ? സോ അമ്പാനിക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരാരാ? നമ്മളാണ്. അപ്പൊ യഥാർത്ഥ മുതലാളി ആരാ? നമ്മളാണ്. ആ സുഖത്തിൽ ഇങ്ങനെ നടക്കുക. ഫുള്ള് പറഞ്ഞാണെങ്കിലും പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ല അല്ലേ? നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി കസ്റ്റമർ വേൾഡ് ഉണ്ടാക്കിയ, നമ്മുടെ ബിസിനസ് വേൾഡ് ഉണ്ടാക്കിയ സുന്ദര വാക്കാണ് ഏത്? കസ്റ്റമർ ഈസ് ദ കിങ് അല്ലേ? അതൊക്കെ നമുക്ക് സമാധാനമായി. കസ്റ്റമർ ഫുള്ള് ആകെ ഒരുപാട് വരുന്നത് നമുക്കെല്ലാം അറിയുള്ളൂ അല്ലേ? നടത്തുന്ന ആളാണ് മര്യാദയ്ക്ക് കിങ്. അത് ആരും പറയില്ല, പറഞ്ഞാൽ പിന്നെ ആരും പോകില്ല. അതുകൊണ്ടാണ്. സോ ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ പ്രഹസനം ഉണ്ടായിരിക്കെ തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക് ഇതാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് ഈ ഇടത്തട്ടുകാരെ മുഴുവൻ മാറ്റിയിട്ട് ആ 100 രൂപയുടെ സോപ്പ് അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വാങ്ങാം. അപ്പൊ എന്തായി?
നടുവത്തെ ആൾക്കാരുടെ പൈസക്ക് ആർക്കെടുക്കാം? നിങ്ങൾക്ക് എടുക്കാം. അത്രയും മനസ്സിലായോ? അത് മനസ്സിലാക്കിയത് കൈ നോക്കിയേ, കൈയടിച്ച് പാസ്സാക്കാം. ഓക്കെ, അത്രയും. ഇനി അത് ആ ഇടത്തട്ടുകാർ 40% തൊട്ട് 60% വരെ സംഖ്യ എടുത്തേക്കാം. ആ അർത്ഥത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ഒന്നും കൂടി പിക്ചറൈസ് ചെയ്താൽ ഇതൊക്കെ ഏകദേശം ഇന്ന് 67% ഗ്രോത്ത് കണക്കാക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇവിടെ കഥ പറയുമ്പോൾ 7% ഗ്രോത്തെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഉള്ളൂ എങ്കിൽ ഇന്ന് ശരാശരി മാർക്കറ്റിനേക്കാളും 20 മടങ്ങ് വേഗതയുള്ള പ്രോജക്റ്റാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. മനസ്സിലായോ? ട്രഡീഷണൽ ബിസിനസ് 7% ഗ്രോത്ത് ആണ്. ആ സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എത്രയാണ്? 67% ഗ്രോത്തിലാണ് കാണിക്കുന്നത്. 30 ദിവസത്തെ ഗ്യാരണ്ടി ഉണ്ട്. പ്രൊഡക്റ്റ് റിട്ടേൺ കൊടുക്കുക, ഒറ്റ ദിവസത്തെ ഗ്യാരണ്ടി പോലും ഇല്ല. അത്രയും പവറുള്ള ഇൻഡസ്ട്രി ഞങ്ങൾ വന്നത് എന്താണെന്നുള്ള ലീഡർമാർ വിശദീകരിച്ച് തരുന്നുണ്ടാകും. സോ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത, നിങ്ങൾ മുടക്കുമുതലില്ല, നല്ല വരുമാനം നേടാം. കേന്ദ്ര മിനിസ്ട്രിയുടെ വലിയൊരു മന്ത്രി അനുരാഗ് ഠാക്കൂറാണ് അതിന്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ചിട്ട് IDSA വന്നത്. കേരള സർക്കാർ എന്ന മുഖ്യമന്ത്രി അടങ്ങുന്ന വലിയൊരു ബെഞ്ച്, മന്ത്രി GR അനിൽ പോലെയുള്ള വലിയ വലിയ ആളുകൾ ഇതിന്റെ ഹെഡ് പോസ്റ്റിൽ നിൽക്കുകയാണ്. ഇത് എന്തിനാ പറഞ്ഞതെന്ന് അറിയോ? നമുക്ക് ആശങ്ക മുഴുവൻ മൂപ്പര് പറഞ്ഞ് ശരിയാക്കിക്കണം, അത്രയേ ഉള്ളൂ. കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും മന്ത്രിസഭ ഏതൊരു ചോദ്യമാണോ നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരും കുടുംബക്കാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യം എന്താ? ഈ പൈസ പോകോ? ഉത്തരവ് ഉണ്ടാക്കിക്കണം. ഞാൻ ഇത് പ്രൊഡക്റ്റ് കഴിച്ചാൽ വേറെ ദുരന്തായ എന്താണ്? ഉത്തരവ് അവിടെ ഉണ്ട്. അവിടെ നിങ്ങളെ ചോദ്യത്തിനുള്ള ഉത്തരം ഫുൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വി ആർ സേഫ്, നമ്മൾ സെക്യൂർ ആണ്, ലീഗൽ ആണ്, ലെജിറ്റിമേറ്റ് ആണ്. നമ്മളുടെ ഒരു ആശങ്കക്കും പരാതിക്കും വകയില്ലാത്ത വിധം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. മനസ്സിലാക്കാം. സോ ആക്ച്വലി നിങ്ങൾ ആലോചിച്ചൊക്കെ നിങ്ങൾ ഹാളിലേക്ക് കയറാൻ എത്ര 70-60 എത്ര ടിക്കറ്റ് കൊടുത്തത്? 70 രൂപ അല്ലേ? ശരിക്കും വാങ്ങേണ്ടത് എത്രയെന്ന് കണ്ടോളി. ഇതേ പ്രോജക്ട് ഗവൺമെന്റ് നടത്തുന്നുണ്ട്. സെഡ്സ ആൻഡ് അണ്ടറിൽ എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം. അതിലെ ഒരു ഇൻഡസ്ട്രി ചെയ്യുന്ന ആൾക്കാർ കൊടുക്കേണ്ട ഫീസ് എത്രയാണ്? എത്രയാണ് വായിക്കുന്നത്? വായിച്ചു കൊടുത്താൽ 3000 രൂപ. അതായത് ഒരു ഇൻഡസ്ട്രി ചെയ്യുന്നവർക്ക് ഹാളിൽ കയറാൻ എത്ര രൂപ കൊടുക്കണം? 3000. ഇൻഡസ്ട്രി ചെയ്യണില്ല, ഡയറക്ട് സെല്ലിംഗ് ഒരു കമ്പനിയും ചെയ്യുന്നില്ല, ആദ്യമായിട്ട് ഇത് കേൾക്കാൻ വരികയാണ് ഈ ക്ലാസ് എങ്കിൽ ഗവൺമെന്റ് അയാൾക്ക് എത്ര വാങ്ങും? 5000. അപ്പൊ എത്ര കൊടുക്കണം? പുതുതായിട്ട് വന്നാൽ ചെയ്യുകയാണ് അയാൾക്കാർ 3000 കൊടുത്താൽ മതി. സംഗതി മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇന്ന് ഇന്ത്യാദി ഹാളിൽ കയറാൻ ഗവൺമെന്റ് ഇട്ട ഫീസാണ് 5000 രൂപ. അത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണ്. നിങ്ങൾ കേട്ടുകൊണ്ട് നല്ലൊരു കൈകൾ നിങ്ങൾ 70 കേട്ടത് ഞാൻ കുട്ടിവെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ തോന്നി 10 പൈസ. മനസ്സിലായോ? ഞാൻ സീരിയസ്ലി പറഞ്ഞ ചെറിയ കാര്യമല്ല, കൊട്ടാവിട്ട് കേൾക്കേണ്ട വിഷയമല്ല ഇത്. നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ഇമ്പോർട്ടന്റ് മാറ്റർ ആണ്. കണ്ണ് തുറന്ന് കേട്ടോ. സോ ആക്ച്വലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് പണ്ട് കാലത്ത് ഉന്നയിക്കാൻ അഭ്യസ്ത വിദ്യതയുടെ പരകോടിയുടെ പത്രങ്ങൾ വാങ്ങിയ ആളുകൾ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലേഡി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി PhD പാസ്സായി. നല്ലൊരു ധൈര്യമുണ്ട്. ഇതെങ്ങനെ കാണിച്ചെന്നറിയോ? ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പഠിപ്പും വിവരവും ജോലിയും ഇല്ലാത്തവൻ്റെതാണ് എന്നതാണ് നിങ്ങളുടെ ധാരണ. വെപ്പെങ്കിൽ അതിനെ നഖശികാന്തം വലിച്ചെറിഞ്ഞുകൊണ്ട് പഠിച്ചു പന്താടിയ മനുഷ്യൻ തന്റെ സർട്ടിഫിക്കറ്റ് വലിച്ചെറിഞ്ഞ് അവരെടുക്കാൻ പോകുന്ന പ്രോജക്റ്റാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതാണ് ഞാൻ PhD പാസ്സായ ആൾക്കാരെ കാണിച്ചു തരുന്നത്. ഒരു PhD കാരൻ അതിന്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് കൊടുത്തോണ്ടല്ലേ PhD കൊടുത്തത് ആണല്ലേ? ആ PhD റിപ്പോർട്ടിൽ ശരിക്കും എന്തുണ്ടായിരിക്കും? ഈ ഇൻഡസ്ട്രി എത്ര പവർഫുൾ ആണെന്നുണ്ടാകും ആണല്ലേ? അതുകൊണ്ട് സീരിയസ്ലി നമ്മളത് അറിയാത്ത നമ്മുടെ പൊട്ടത്തരം കൊണ്ടാണ്, അല്ലെങ്കിൽ അറിഞ്ഞ തലച്ചോറുള്ളവർ നമ്മുടെ അയൽവാസിയുടെ കുടുംബത്തിലോ പിറക്കാത്തോണ്ടാണ്. അല്ലാതെ നമ്മുടെ പ്രശ്നമല്ല അത് പറഞ്ഞാൽ മനുഷ്യല്ല, അത് പറഞ്ഞോ പൊട്ടനാണ് ആണല്ലേ? ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും പറയൽ എന്താണ്? കാര്യം പൊട്ടൻ, എനിക്ക് വല്ല വട്ടുണ്ടോ? അവർ പറയും ഈ പറഞ്ഞ PhD കൊടുത്ത യൂണിവേഴ്സിറ്റി അവർക്കൊക്കെ പച്ചപിരാന്താണുള്ളത്. അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 1.5 ലക്ഷം രൂപ അതിന്റെ ഡിപ്ലോമ കോഴ്സിന് 10 മാസത്തെ 1 വർഷത്തെ കോഴ്സിന് 1.5 ലക്ഷം രൂപ PG ഡിപ്ലോമ ഇൻ കോഴ്സ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഷോളിനി പോലെ യൂണിവേഴ്സിറ്റിയിൽ. ഇത് പത്രത്തിൽ വന്നതാണ്, വാർത്തയിൽ വന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും വലിയ പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ആക്ച്വലി അവിടെ അഭിമാനത്തോടെ അവിടെ ഇന്ത്യയുടെ നമ്പർ 1 കമ്പനിയുടെ കൂടെയാണ് നിങ്ങൾ. ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ. അവിടെയാണ് ഏറ്റവും നല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 1ാം റാങ്കിൽ നിൽക്കുന്ന മൈ ലൈഫ്സ്റ്റൈല്. ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഈ നിൽക്കുന്നതൊക്കെ ഓരോ കൈയിലേക്ക് ചാൻസ് ഉള്ളതാണ്. RSS അക്കാഡമി വലിയൊരു ട്രെയിനിങ് ഓർഗനൈസേഷൻ ഉണ്ട്. വലിയൊരു സ്കിൽ ഇന്ത്യയുടെ പ്രൊജക്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്ന, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച
സ്കിൽ ഇന്ത്യ ഡെവലപ്മെന്റ് കീഴിലാവട്ടെ, വുമൺ എംപവർമെന്റ് കീഴിലാവട്ടെ, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന്റെ കീഴിലാവട്ടെ, തുടങ്ങി സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയുള്ള എല്ലാ പ്രൊജക്ടിനെയും തലപ്പത്ത് നിൽക്കാൻ ഇന്ന് മുന്നിൽ നിന്ന ഒരു പ്രൊജക്ടിന്റെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ PMKVY പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ആ പ്രൊജക്ടിലുണ്ട്, എല്ലാത്തിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. സോ അവിടെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഒരു കാലത്ത് മൈ ലൈഫിന്റെ ചിഹ്നം കണ്ടില്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ആപ്പിളിന്റെയും അതേപോലെ തന്നെ ഫേസ്ബുക്കിന്റെയും ജിയോയുടെയും ചിഹ്നം കണ്ടില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ചിഹ്നം തന്നെയാണ് റിലയൻസ് അക്കാദമി ഗ്ലോബലിന്റെ ചിഹ്നം. ആക്ച്വലി നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത് ഓരോ ഇൻഡസ്ട്രികളാണ്, ആണോ അല്ലേ? ഓരോ ഇൻഡസ്ട്രി വന്നപ്പോഴേ ലോകത്ത് അത്ഭുതം ഉണ്ടായത്. MA യൂസുഫ് അലി തൊട്ട ഇൻഡസ്ട്രിയുടെ പേരെന്താണ്? ഏതാണ്? റീറ്റെയിൽ ഇൻഡസ്ട്രി ആണ്, ആണോ അല്ലേ? റീറ്റെയിൽ മേഖലയാണ് ആര് തൊട്ടത്? MA യൂസുഫ് അലി തൊട്ടത് അല്ലേ? കല്യാണ രാമൻ തൊട്ട ഇൻഡസ്ട്രിയുടെ പേരെന്താണ്? ജ്വല്ലറി ഇൻഡസ്ട്രി ആണ്, ആണോ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ വസ്ത്രങ്ങളുടെ ഇൻഡസ്ട്രി തൊട്ടവരുണ്ട്, ഗോൾഡിന്റെ ഇൻഡസ്ട്രിയാണ്, മലബാർ ഗോൾഡ് ജ്വല്ലറി ഇൻഡസ്ട്രിയാണ്. സോ ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയാണ് ഒരു മനുഷ്യരെ ഉണ്ടാക്കിയത്, ആണോ അല്ലേ? അങ്ങനെയെങ്കിൽ മൈലേജുകാരൻ തുടങ്ങുന്നത് ഒന്നല്ല 7-8 ഇൻഡസ്ട്രി അറ്റ് എ ടൈമിലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ്, എഡ്യൂടെക് ഇൻഡസ്ട്രി, വെൽനസ് റെവല്യൂഷൻ, ഓർഗാനിക് ഫാമിംഗ്, അതുപോലെ തന്നെ ഇ-കൊമേഴ്സ്, എല്ലാ ഇൻഡസ്ട്രിയും തൊട്ട ഒരു കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ. ഇത്രയും സാധ്യത നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ആയുർവേദത്തിനെ തഴച്ചു വളരുമെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ അങ്ങോട്ട് $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയുർവേദമായിരിക്കുമെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. അഭിമാനത്തോടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഇത് ചെയ്താലുള്ള ഒരുപാട് ബെനിഫിറ്റ് ലീഡർമാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല ഈ ബിസിനസ് ചെയ്യാൻ. ഒരിക്കലും ഒരു ഓഫീസിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളെ സമയം തിരിച്ച് ചെയ്യാം. നിങ്ങളുടെ സ്കില്ല് കുറവാണെങ്കിലും ആരാന്റെ സ്കില്ല് നിങ്ങൾക്ക് കടക്കുക. നോ ഏജ് ബാരിയർ. നിങ്ങൾക്ക് ഏത് പ്രായക്കാരാണെങ്കിലും ചെയ്യാം. അതുപോലെ നിങ്ങൾ ഇഷ്ടത്ര പൈസ എത്രയും ഉണ്ടാക്കാം. ഒരു മാസം 10 ലക്ഷം വേണോ അത്ര ഉണ്ടാക്കാം, അല്ല 10 കോടിയാണോ അത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗീതം നേടാം. ഗ്രോയിങ് ക്രെഡിബിലിറ്റി, നിങ്ങളുടെ നേട്ടങ്ങൾ ഒരുപാടാണ്. ഇത് പെട്ടെന്ന് കോടീശ്വരനാകുന്ന ഗെറ്റ് റിച്ച് സ്കീമുകളല്ല, ഇത് സ്കാമും അല്ല സ്കീമും അല്ല, പക്ക ജെന്യൂൻ ബിസിനസ് ആണ്. എന്ന് മാത്രമല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എങ്ങനെയൊക്കെ നമുക്ക് വളരാമെന്ന് ചോദിച്ചാൽ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ചെറിയ ഹോം ഷോപ്പിംഗ്, ഒരു നല്ല പ്രീമിയം സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം. വീടിനെ തന്നെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാക്കിയിട്ട് ഒരു 50,000 ഏകദേശം വരുന്ന പ്രോബബിളി നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ തുടങ്ങാം. കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുക്കുക, കാണിച്ച ഉൽപ്പന്നങ്ങൾ കുറച്ചെടുക്കുക, എന്നിട്ട് ജയിക്കാൻ ഇതേപോലെ 3D തിയറി ഉണ്ട്. ആ തിയറി പറഞ്ഞ വ്യക്തിയും ഫൗണ്ടർ താജിന്റെയാണ്. ആ തിയറിയുടെ പേരാണ് ഡെസിഷൻ ഡിഫൈൻസ് ഡെസ്റ്റിനി. നിങ്ങൾ ഏത് തീരുമാനമെടുക്കുന്നോ അത് നിന്റെ വിധി നിർണ്ണയിക്കും. അതാണ് 3D തിയറി. ഡെസിഷൻ ഡിഫൈൻസ് ഡെസ്റ്റിനി. വേണമെങ്കിൽ വേണമെങ്കിലും കൊണ്ടേ തട്ടാം. എന്തായാലും ശരി, ഫോർമുല ഫോർ സക്സസ്. വിജയിക്കാൻ ഇതിന് വേണ്ടത് ആകെ ഒറ്റ സാധനമാണ്. ഒന്ന്, നിങ്ങൾക്ക് നല്ലൊരു ഡ്രീം വേണം. രണ്ടാമത് ആ ഡ്രീമിനനുസരിച്ച് ഒരു ഗോൾ വേണം. ആദ്യം വലിയൊരു ഡ്രീം, പിന്നെ അതിനൊരു ഗോള്. ആ ഗോൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ പഠിക്കാൻ തയ്യാറാണ്. ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആദ്യം പഠിക്കാൻ തയ്യാറാണ്. രണ്ടാമത് ആ ബിസിനസ് പഠിച്ചിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. ലീഡർമാരെ കൂടെ ഇരുന്നിട്ട് ആ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാവുമ്പോൾ സക്സസ് ഉണ്ടാവും. ഇതാണ് ഈ ബിസിനസ് ജയിക്കാനുള്ളത്. അപ്പൊ ആദ്യം വേണ്ടതാണ് ബിസിനസ് ചെയ്യാൻ ആദ്യം വേണ്ടത് വലിയൊരു ഡ്രീം. സാർ എനിക്ക് ബിസിനസ് ചെയ്തിട്ട് എന്റെ കുടുംബത്തിലെ മുഴുവൻ കടങ്ങളും വീട്ടിട്ട് എന്റെ കുടുംബത്തിൽ ഇന്നേ വരെ ഒരാളോട് ചോദിച്ചൊരു കാറ് ചോദിച്ചാൽ പറയും കാറ് വടക്കാന്ന് ടയറ് മാറ്റിയിട്ടില്ല, അത് ഇത് നോക്കാൻ പറയും. 4 അടിപൊളി കാറ് വേണം. എന്തൊരു ഡ്രീം ഉണ്ടാക്കും. ആ ഡ്രീം ഉണ്ടാക്കിയിട്ട് അതിനെ ഗോളുകളാക്കിയിട്ട് സെറ്റ് ചെയ്യും. അതിനുശേഷം പഠിക്കാൻ തയ്യാറാവുക. സാറേ എനിക്ക് പഠിക്കണം. പഠിക്കാൻ എവിടെയാ? ഇതുപോലുള്ള ക്ലാസ്സുകളിലാണ്. നിങ്ങളുടെ ലീഡർമാരെ വിളിക്കും, സാറേ എനിക്ക് ഇനി പഠിക്കണം, സാറ് പറഞ്ഞേ. അല്ലാതെ സാറ് വിളിക്കുന്ന സമയത്ത് ലീഡർ വിളിക്കുമ്പോ മേഡം എനിക്ക് വലിയ പാവാണോ, ഞാൻ സമയമില്ലെന്ന് പറയരുത്. പഠിക്കാൻ തയ്യാറാവുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം? ഒന്നാമത് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ റേറ്റിന് കിട്ടും. ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഒരു പേസ്റ്റ് അതിന് 150 എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 100 കിട്ടും. അത് 150 കൊടുക്കുക. അപ്പൊ 50 രൂപ പോക്കറ്റ് കിടാം. മനസ്സിലായോ? റീറ്റെയിൽ പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുക. കൃത്യമായിട്ട് പറഞ്ഞല്ലോ അല്ലെ? 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ വീക്കിലി ഇൻകം ആയിട്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് പോയാൽ 2,10,000 വരെ ഒരാഴ്ച 2 ലക്ഷം വരെ ഉണ്ടാക്കാൻ പറ്റിയ പ്രോജക്റ്റാണ് ഇത്. ആഴ്ചയിൽ 1000 ഉണ്ടാക്കുക, 2000 ഉണ്ടാക്കുക, 3000 ഉണ്ടാക്കുക, 500 ഉണ്ടാക്കുക. ഈവന്തോ അൾട്ടിമേറ്റ്ലി 2,10,000 വരെ ഒരു സിംഗിൾ ഐഡിയ. 3 ഐഡിയ ഉണ്ടെങ്കിൽ 6,30,000 എന്ന് മാത്രമല്ല. മാസത്തിൽ ഒരു ലിമിറ്റേഷനും ഇല്ല. വീക്കിലെ വരുമാനത്തിന് മാത്രം ലിമിറ്റേഷൻ. ഇതാലോചിക്കുക, ഒരു മാസം 5 വട്ടം പൈസ കിട്ടും. ഒരു മാസം 5 വട്ടം പൈസ കിട്ടും. 4 വട്ടം എങ്ങനെയാണ്?
4 വീക്കില്. 4 വീക്ക് ഒരു മാസമായി. പിന്നെ മാസത്തിന്റെ എൻഡില് മന്ത്ലി ഇൻകം കൂട്ടിന് 5 പൈസ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എത്ര പൈസ കിട്ടും ഒരു മാസത്തില്? ഒരു പ്രാവശ്യം അല്ലെ? ഒരു ദുബായിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യർക്ക് ഒരു മാസം എത്ര പൈസ കിട്ടുള്ളൂ? ഒരു പ്രാവശ്യം. 1 ടൈമേ പേയ്മെന്റ് ഉള്ളൂ. ആണോ അല്ലേ? മൈ ലൈഫ് സ്റ്റൈലിലോ 5 പ്രാവശ്യം പേയ്മെന്റ് ഉണ്ട്. എല്ലാ വീക്കിലും 6 ലക്ഷം വാങ്ങാം, എല്ലാ മാസവും എത്ര കോടിയും വാങ്ങാം. അത് രസം. അതേപോലെ നിങ്ങൾ അത്രയും വലിയൊരു പ്രൊജക്ടിന്റെ പാർട്ടാണ്. നല്ലൊരു ലേഡി മൈ ലൈഫ് സ്റ്റൈലിൽ ആക്ച്വലി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഇത്രയുള്ളൂ ചെയ്യാനുള്ളത്. പെട്ടെന്ന് ശരിയായ തീരുമാനം എടുക്കാം. ഈ പുതിയ ആൾക്കാരെ കൈവയ്ക്കുകയും അവർ വേറെ തീരുമാനം എടുക്കാം. തീരുമാനം എടുത്താലേ ഇതൊക്കെ എന്തെങ്കിലും നടക്കുള്ളൂ അല്ലേ? പണ്ട് കാലത്ത് ഏതോ ഒരു മനുഷ്യൻ ചായ കുടിക്കാൻ വേണ്ടി വന്നു. അവള് ചായയുമായി വന്നു. അപ്പോൾ നഖം കടിച്ചു, കളം വരച്ചു, പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ സൂറാബി, സൽമത്ത്, ഗോപിക എന്ന് പറഞ്ഞു. ഇഷ്ടായോ എന്ന് ചോദിച്ചു. ഇഷ്ടായി എന്ന് പറഞ്ഞു. അതോടുകൂടി കഷ്ടായി. അതോടുകൂടി അവളുടെ ഭാര്യയായി, പിന്നെ കുട്ടികളെ അമ്മയായി. ആണോ അല്ലേ? ഇതല്ലേ സീന്. അപ്പൊ ആ തീരുമാനം എടുത്തതുകൊണ്ടല്ലേ കല്യാണം നടന്നത്? ആണോ അല്ലേ? അല്ല, ചെക്കൻ പറയണ ആലോചിക്കട്ടെ, പെണ്ണ് പറഞ്ഞ് ആലോചിക്കട്ടെ. അപ്പൊ പെണ്ണെന്താ കണ്ടത്? 2001, ഇപ്പൊ 2025. അവർ ആലോചിക്കുകയാണല്ലോ. അങ്ങനത്തെ കല്യാണം നമ്മൾ കരുതണം. അത് അന്നേരം തീരുമാനമാകും. തീരുമാനമായാലല്ലേ കല്യാണം ഉള്ളൂ. ഇതേമാതിരി ഇവിടെയും ഈ കല്യാണം നടക്കണം നിങ്ങൾ തീരുമാനിച്ചാൽ കൈ നോക്കിയേ. ഇത് അറ്റം കണ്ടുവരെ ചെയ്യാൻ റെഡി ഉണ്ടെന്ന്. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈ കൊടുക്കാമോ? എന്നിട്ട് പെട്ടെന്ന് ബിസിനസ് ആക്ടിവേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് വാങ്ങുക, ഒരു 4-5 കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക. ലീഡർമാരെ സഹായിക്കാനുണ്ടാകും. അവിടെ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടും. ടീം ബിൽഡ് ചെയ്യാൻ ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഈ നിൽക്കുന്ന കോട്ടും സൂട്ടും അണിഞ്ഞ പവർഫുൾ ലീഡർമാരുടെ കൂടെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ലീഡറുടെ കൈ നിങ്ങൾ വിടരുത്. എപ്പോഴും മനസ്സിലാക്കുക, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വലിയ മന്ത്രങ്ങളൊന്നുമില്ല. ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ. ആ മന്ത്രത്തിന്റെ പേര് ലീഡറെ അനുസരിക്കുക. വേറെ ഒരു മന്ത്രം ഇത് വിജയിക്കാനില്ല. നിങ്ങളെ ലീഡറെ കൈ പിടിക്കുക. കാര്യം എന്താണ്? നിങ്ങൾക്ക് അറിയാനുള്ളതൊക്കെ ആർക്കറിയാം? ലീഡർക്ക് അറിയാം. ആണല്ലേ? ഇന്ന് ബസ്സിൽ വന്ന ആൾക്കാർ കൈ നോക്കിയേ. ലൈൻ ബസ്സിൽ വന്ന ആൾക്കാർ അല്ലേ? ഈ വന്ന ആൾക്കാർക്കൊക്കെ ആ ബസ്സിന്റെ ഡ്രൈവറുടെ പേര് അറിയോ? അറിയോ? ക്ലീനറുടെ പേര് ഇല്ല. ആ ബസ്സിന്റെ തറവാട് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ആകെ എന്താ അറിയുള്ളൂ? അതിമ കോട്ടക്കൽ ഇരിക്കണം. അതിന്റെ കോട്ട ആ ബസ് പോയി. പിന്നെ കോട്ടക്കൽ എന്ന് പറയുന്നത് അല്ലേ? കാരണം അങ്ങനെയൊക്കെയുണ്ട് കുറെ ആൾക്കാര് ബോർഡ് വായിച്ച് അല്ലെ? ഞങ്ങളുടെ ടീം ആരോ ടൂർ പോയ സമയത്ത് പൈച്ച് ഇടങ്ങാറിന്റെ ഔലിംഗം കഴിഞ്ഞാണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു? കഞ്ഞി പൂള വൃത്ര വണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ കാര്യം ബോർഡ് കുഞ്ഞിപ്പള്ളി എന്നാണ് സ്ഥലത്തിന്റെ പേര്. അത്രയും പൈച്ചിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. കുഞ്ഞിപ്പള്ളി എന്ന സ്ഥലത്തിൽ നിന്ന്. പക്ഷെ അവിടെ നോക്കുന്ന സമയത്ത് കഞ്ഞി പൂള എന്നാ കണ്ടത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കോട്ടക്കൽ നിന്നുള്ള ബസ്സിന്റെ ബോർഡ് കണ്ടു. ആണോ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തതാണ്? നമ്മളിട്ട് വന്നതാണ്. ഡ്രൈവറെ ഒരു പേര് ഒരു സാധനം അറിയോ? ഇല്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ബിസിനസ്സിൽ നിങ്ങൾ ഇതേ സ്വഭാവം കാണിച്ചു ഏരിയ ബസ്സിൽ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ തക്കാളിയോ പച്ചക്കറിയോ വാങ്ങുന്ന ഒരു മുതലാളിയുടെ സ്വഭാവത്തെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. അവിടെ ഒന്നും അറിയാം. പക്ഷെ ഇവിടെ വന്നാൽ ലീഡർ ആരാണ്? എനിക്ക് എത്ര കിട്ടി? ജോലി പല ചെയ്ത് വരണം. കൊണ്ടെടുന്ന വരിക ചോദ്യങ്ങൾ. ഇവിടെ നല്ലൊരു കമ്പനി ഉണ്ട്, അതിന് ഒരു പേരുണ്ട്. നല്ല പ്രൊഡക്റ്റിന് സർട്ടിഫിക്കേഷൻ ലീഗാലിറ്റി ഉണ്ട്. ദാറ്റ്സ് ഓൾ. ബാക്കി നിങ്ങളെ കൈപിടിച്ച് ഏത് ലോകത്തെത്തിക്കാൻ നിങ്ങളെ ലീഡേഴ്സ് റെഡിയാണ്. അവർ കൂടെ നിന്നാൽ മതി. അത്രേ ഉള്ളൂ പണി. എല്ലാ കാര്യം സിമ്പിൾ ആവും. സോ സീരിയസ്ലി അങ്ങനെ പോകുമ്പോ അംഗവൈകല്യത്തിന്റെ പരിമിതിയുള്ള പല ആളുകൾ ഇന്ന് വലിയ സക്സസ് ഉണ്ടാക്കി. നടക്കാൻ 2 കൈയോ 2 കാലോ ഒരു സാധനമോ ചലിക്കാനില്ലാത്ത ആളുകളും ഇന്ന് ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കുന്ന മിസ്റ്റർ മനോജ് കുമാർ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് വരെ രാജിവെച്ചിട്ടായി ബിസിനസ് ചെയ്തത്. അങ്ങനെയുള്ള വലിയ സക്സസിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇതങ്ങനെ വരുമാനങ്ങൾ കോടികൾ വാങ്ങിയ ഞങ്ങളുടെ ലെജൻഡറി പേഴ്സൺ മിസ്റ്റർ മുബീൻ സാർ. അദ്ദേഹം കോടികളാണ് ഈ ബിസിനസിന്റെ മന്ത്ലി വാങ്ങിയിട്ടുള്ളത്. കോടാനുകോടികൾ അസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വരുമാനം വാങ്ങിച്ചതിന്റെ TDS പേപ്പറടക്കം യൂട്യൂബിൽ ലൈവായിട്ടുണ്ട്. ഇങ്ങനെ മൈ ലൈഫ് സ്റ്റൈലിലെ ലീഡർമാരാണ് ചങ്കൂറ്റത്തോടു കൂടി ഒന്നല്ല ഒട്ടനവധി ലീഡർമാർ കിട്ടിയ വരുമാനത്തിന്റെ TDS അടച്ച ഫോം 60യുടെ പേപ്പർ കാണിച്ച് ഇൻകം സത്യസന്ധമായി പറയുന്ന ഏറ്റവും വലിയ ടീം MI ലൈഫ് സ്റ്റൈൽ ലീഡർമാർ. ആ സത്യത്തെ തിരിച്ചറിയാം. അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്നത് ഗ്യാരണ്ടീഡ് ആയിരിക്കുന്ന ഒരു ബിസിനസ്സിലാണ് എന്ന് മാത്രമല്ല പത്രത്തിൽ മുഴുവനും വലിയ കടത്തിന്റെ കടക്കളിയുടെ കഥയുണ്ട് അനൂപിനും മനീഷിനുമെങ്കിൽ ഇന്ന് അവര് ലക്ഷങ്ങൾ വരുമാനത്തിൽ മാറിയ കഥ ഇത് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത കവർ സ്റ്റോറിയാണ്. നിങ്ങളായി ഇസ്മായിൽ വെറുതെ പറഞ്ഞ ഡയലോഗ് അല്ല, ജുനൈദ് എന്ന് പറയാൻ വേണ്ടി വിളിച്ചതല്ല. ഇവിടെ ഒരിക്കലും നിങ്ങളെ ഡൈക്കേഴ്സിലെ ലീഡർമാരെ വിളിച്ചത് എന്തോ കഥ പറയാൻ വിളിച്ചതല്ല.
ഇതുപോലത്തെ ഒരു കഥ നിൽക്കുന്നുണ്ടായിരിക്കും. ഇന്ന് പത്രത്തിലില്ലെങ്കിലും കടങ്ങളുള്ളവരില്ലേ എഴുതിയിരിക്കുന്നവര് വീട് ജപ്തി വന്നാൽ ചവിട്ടിരിക്കുന്നില്ലേ? കടം കേടി വീട് ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തായ ഈ ഫാമിലി ഇന്ന് മൈലൈഫ് സ്റ്റൈലിന്റെ വരുമാനത്തിൽ മന്ത്ലി ഇൻകം ചുരുങ്ങിയത് 30-40 ലക്ഷം രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. കമ്പനി വന്നിട്ട് ആകെ 12 വർഷമായിട്ടുള്ളൂ. 12 വർഷം കൊണ്ട് കടക്കണിയിലെ കുടുംബത്തെ മന്ത്ലി ഇൻകം 30 ലക്ഷത്തിലേക്ക് എത്തിക്കുന്ന എന്ത് പ്രൊജക്റ്റാണ് കേട്ടത്? അതുകൊണ്ടാണ് പറഞ്ഞത് വെരി പവർഫുൾ എന്ന് പറയാൻ കാര്യം. അതുകൊണ്ട് ഓട്ടോ ഡ്രൈവറായ മനുഷ്യന് ലക്ഷറി കാറിൽ സഞ്ചരിക്കുന്ന തലത്തിലേക്ക് ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അവിടെയാണ് ചെറിയൊരു വീട്ടിൽ നിന്ന് ഇന്ന് ലക്ഷറി കോടികളുടെ വീട്ടിലേക്ക് ഞാനും ജുനൈസാറൊക്കെ പോയിട്ടുണ്ട്. ജുനൈസാറെ ചോദിച്ചു നോക്കാം അല്ലെ, ഒരു 1-1.5 കൊട്ടാരം. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വെറുതെ വൈഫിനെ വിട്ടപ്പോൾ ചോദിച്ചു, ഇവിടെ വല്ല സ്വിറ്റ്സർലൻഡിൽ പോയിക്കണം വെച്ചാൽ അന്ന് എന്നോട് പറയാനില്ല. കാരണം അത്രക്കും ആ സ്ഥലത്ത് പോയാൽ നമുക്ക് നമ്മുടെ കേരളമേ അല്ല, അവിടെയുള്ള ആൾക്കാർ ഫുള്ള് സ്വിറ്റ്സർലൻഡ് അമേരിക്കയിലാണ് താമസിക്കുന്നത്, മുബീൻസാറും അമേരിക്കയിലാണ്. പക്ഷെ ആ വീട് ഒരു 10-20 പ്രോജക്റ്റാണ്, വില്ലാ പ്രൊജക്ടുകളാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-8 കോടിയുടെ വീടാണ്. അതിന്റെ അകത്ത് മുബീൻസാർ 10-20 കോടി വേറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ചെറിയ ചൂര് വരെ ഇത് തോന്നുന്നത് തേക്കിന്റെ ആ കോലത്തിലുള്ള സിസ്റ്റങ്ങൾ സെറ്റപ്പുകൾ. ഒരു ട്രിപ്പിൾ ടെക് വീടാണ്, ഫുള്ള് AC കമ്പാർട്ട്മെന്റും ഫുൾ AC സെൻട്രൽ AC, അതേപോലെ തന്നെ എന്താ പറയുക ലിഫ്റ്റും എന്തെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു സ്വർഗം ഉണ്ടാക്കിയ ചെറിയ മനുഷ്യൻ ഏത് വീട്ടിൽ നിന്ന് പോയാലും ആ ചെറിയ ഈ സാധനങ്ങളില്ലേ ഓടോണ്ടുള്ള ഒറ്റ ഒരു ഷെഡ് വലിയ സാധനം ഈ വീട്ടിൽ നിന്ന് പോയ മനുഷ്യനാണ് ഇന്ന് 10-ലേറെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി കൊട്ടാര തുല്യമായിട്ട് MI ലൈഫ് സ്റ്റൈലിനെ. ഈ കഥ നാളെ നിങ്ങൾ പറയാണ്ടാവണം. അതിനെന്ത് ചെയ്യണം? മുബീൻ സാർ എടുത്ത പണി എടുക്കണം, അത്രേ ഉള്ളൂ. കണ്ടില്ലേ നിങ്ങൾ? ഈ ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് താരമായിട്ട് മുബീൻ സാർ വലിയൊരു ഈ ബെൻസ് കാരവാൻ ബെൻസ് കണ്ടാൽ കാരവാൻ ബെൻസ് ഇത്ര ആൾക്കാർ ഇതിന്റെ ഒത്ത് കയറിക്കണം. ഞാൻ അവരോട് ചോദിച്ചാൽ മതി, അവര് പറഞ്ഞു പണ്ട് ഇതേ മനുഷ്യൻ ബിസിനസ്സിൽ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ബസ്സിൽ നിന്നിട്ടാ പോയത്. അവിടെ ഇന്ന് പ്ലാൻ കൊടുക്കാൻ നിന്ന് പോകുന്ന ആൾക്കാരോട് ഞാൻ സന്തോഷം പറയണം. നാളെ കാരവാൻ കാണാം കേട്ടോ. അതിനനുസരിച്ച് തയ്യാറാവുക. ഇന്ത്യയിൽ തന്നെ വലിയ ലക്ഷറി കാറുകളിലേക്ക് അദ്ദേഹം ലൈഫ് സ്റ്റൈൽ മാറ്റി. ഇതും ഒരു നേട്ടമാണ്. പവർഫുൾ ആയിട്ട് നമ്മൾ ലീഡർമാർ അൽതാഫ് സാർ, ഷുഹൈബ് സാർ, റഫീഖ് സാർ, നമ്മുടെ സുരേഷ് സാർ, ഒരുപാട് സാറുമാർ ഇവിടെ ഉണ്ട്. മിസ്റ്റർ അഫ്സർ സാർ, അതേപോലെ ജുനൈദ് സാർ, ഒരുപാട് ലീഡർമാരുടെ കാറായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തിന് ചെറിയൊരു കാറായിട്ട് ഞാനും ഇവിടെ ഉണ്ട്. ഇന്ന് അവിടെ നിന്ന് മാറി ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്തു. ഇന്ന് പടച്ചോൻ വലിയൊരു പ്രദേശത്തിൽ ദുബായിലെ കൂടെ നമുക്ക് സഹവസിക്കാൻ പറ്റി. ഇന്ത്യയുടെ എണ്ണം പറഞ്ഞ ഡയമണ്ടുകളോടുകൂടി ദുബായിൽ നമുക്ക് വലിയൊരു വിരുന്നിന് സാധ്യതയൊരുക്കി. ഈ പ്രൊജക്ടിന്റെ പാർട്ടായതുകൊണ്ടാണ് ബുർജ് ദുബായിലും അതേപോലെ തന്നെ വലിയ വലിയ ദുബായിയുടെ കൊട്ടാരങ്ങളിലേക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ബിസിനസ്സിലൂടെ ലോകം കാണാന്ന് പറഞ്ഞില്ലേ, ശരിക്കാണ്ട് ആസ്വദിച്ചു. ലൈഫ് എന്താന്ന് ഇന്റർനാഷണൽ ട്രെയിനിങ്ങോട് കൂടി പറ്റി. ഡിസൈഡ് സഫാരി, ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഓരോ മൊമെന്റുകളാണ് വിശാലമായിട്ട് നമുക്ക് പേഴ്സണലി പറയാൻ പറ്റുന്നുണ്ടാകും. ആൻഡ് ആൾസോ ദുബായ്, അതേപോലെ തന്നെ ഡോൾഫിന്റെ കളി, ഇതൊക്കെ സംഭവപരമായ കാര്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഐലൻഡുകൾ ദുബായ് പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. ഏകദേശം 7 ഇമാറാത്തി പ്ലേസുകളിലും 7 ഇമാറാത്തിയിലും കറങ്ങി കുളിച്ച് തകർത്തു വന്നു. അതുപോലെ റാസൽ ഖൈമയില് ലോകത്തെ ഏറ്റവും വേഗതയായിരിക്കുന്ന ഗ്ലൈഡിങ്ങിന്റെ വലിയൊരു സിസ്റ്റം, അവിടെ നിന്നാണ് 1650 ഫീറ്റ് 150 km/h ഈ പോകുന്ന വലിയ സിപ്പ് ലൈൻ എന്ന് പറയുന്നത് ഈ സാധനത്തിന് മേലെയുള്ളത്. ഇങ്ങനെ തുടങ്ങിയുള്ള ലോകോത്തരമായിരിക്കുന്ന ഒരുപാട് എൻജോയ്മെന്റുകൾ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ഇത്രയും വലിയൊരു എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ തിരിച്ചു വന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു മുഹൂർത്തമായിരുന്നു. ഇതിന്റെ കയറിയ ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ ഇസ്മായിൽ പോയത് ടൂറിനാണ്, മറ്റൊരു പോയത് ചെറുപ്പത്തായിരിക്കും, ജോലിക്കായിരിക്കും. ജോലിക്ക് ടൂറിന് പോയ വിഷയം എന്താണ്? ജോലിക്ക് പോയത് ഫ്ലൈറ്റ് ഉണ്ടാകും, പക്ഷെ ഉള്ളിൽ തിരിക്കാറ്. കാര്യം എന്താ? മോളെ കെട്ടിക്കാണ്ട് കടം വാങ്ങിയതോ തിരിച്ചു കൊടുക്കേണ്ടത് ആ ചിന്ത. നമുക്ക് പ്രശ്നമില്ല, എന്ത് നല്ല അടിപൊളി ആയി ഞാൻ ടൂർ പോകുന്നത്, അത് അങ്ങനെയുള്ള വ്യത്യാസം. അപ്പൊ ഇമാറാത്തി ഫ്ലൈറ്റിൽ ടൂർ പോകാൻ പറ്റി, അതൊക്കെ ഒരു വലിയ സന്തോഷമായിരുന്നു. റെഡിയാണ് നിങ്ങൾ ഇങ്ങനെ പോകാൻ? ഓക്കെ, എന്ത് ചെയ്യണം? ഇതുപോലുള്ള ബിസിനസ് ഭംഗി ചെയ്യണം. ഒട്ടകപ്പുറത്തേക്ക് ഇറങ്ങി, അതുപോലെ തന്നെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഡിസൈഡ് സഫാരി, ഇതൊന്നും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് അല്ലേ? മരുഭൂമി രാജകീയമായ ഈ ആൾക്കാരെ കൂടെ അവിടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് കുനാഫ മറ്റേത് ഇവിടെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളില്ലേ, അതുകൊണ്ട് നമ്മൾ കടപ്പുറത്തും ഇട്ടിട്ടാവും മീനിട്ടാ വരികയാണ്. ഇഷ്ടമുള്ള അത്ര തിന്നാണ്. എന്താ മനുഷ്യർക്ക് തിന്നാൻ ദുനിയാവിൽ എല്ലാം വാക്കിലൊക്കെ തിന്നാണ് ആ കോലത്തിൽ അത്രയും സാധനം. കാരണം ഏറ്റവും വലിയ ഷെയ്ഖുമാരുടെ പ്രീമിയം ക്ലാസ് ആയിരുന്നു മുബീൻ സാർ എടുത്തത്. അതൊരു വേറെ ലോകമായിരുന്നു. എന്തായാലും അഭിമാനത്തോടെ ഒരു ലക്ഷറി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും വൈഫും, അതേപോലെ തന്നെ മുംബൈ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിലും, അതേപോലെ താജ്മഹൽ തോന്നിയ സമയത്ത് സ്പോട്ട് ആൻഡ് സ്പോട്ട് താജ്മഹൽ. ഇന്ന് രാത്രി ഇപ്പൊ പറയാണ്, നാളെ രാവിലെ കണ്ണു തുറക്കുമ്പോ താജ്മഹൽ കാണാം. വേറെ ഈ വണ്ടിയിൽ തന്നെ പോയി പിറ്റേന്ന് രാവിലെ താജ്മഹൽ പവർ ഓഫ് യുവർ മൈ ലൈഫ്. ഒരുപാട് പ്ലാൻ കാണുന്നില്ല. ഇന്ന് രാത്രി പറയണം, നാളെ നേരം വിളിക്കുമ്പോൾ താജ്മഹൽ കാണാം.
പറഞ്ഞത് ഏകദേശം മുംബൈ അല്ല നമ്മുടെ ഉത്തർപ്രദേശിന്റെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ടാണ് പറ്റിയത്. പക്ഷെ സീരിയസ്ലി പറഞ്ഞത് അവിടെ അങ്ങോട്ട് സഞ്ചരിക്കാനുള്ള ട്രെയിൻ വരെ ബുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് അന്ന് ഈ ബില്ല് നോക്കാതെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ ആ കപ്പാസിറ്റി തന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ കണ്ടു. അങ്ങനെ ഒരുവിധം ഇന്ത്യയിൽ ഒരുവിധം സംസ്ഥാനങ്ങളിലൊക്കെ കറങ്ങാൻ, കപ്പലിൽ പറക്കാനും ലക്ഷദ്വീപിൽ പോകാനും തുടങ്ങി ഒരുപാട് ഫാമിലി ട്രിപ്പുകൾ തുടങ്ങി എല്ലാം മൈലേഷ്യന്റെ ഭാഗമാണ്. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് റെഡിയാണ്, 176 രാജ്യം റെഡിയാണ്, 1000ഓളം യൂണിവേഴ്സിറ്റി റെഡിയാണ്, ലക്ഷക്കണക്കിന് വിജയ കഥകളുണ്ട്, പഠന റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആർ യു റെഡി? യെസ്. അങ്ങനെ റെഡിയെങ്കിൽ നിങ്ങൾ ഇവരുടെ തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം നിങ്ങളുടെ ലൈഫിന്റെ പിക്ചർ മാറ്റുന്നുണ്ടായിരിക്കും. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തെ ആദ്യത്തെ കൊടിപതി എന്ന് വിശ്വസിക്കുക. ഏതൊരു മൊമെന്റിലാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, ആ തീരുമാനം നിങ്ങളുടെ വിധി തന്നെ നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രോഗ്രാമിന് എല്ലാവിധ സപ്പോർട്ടുകളും